ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. പുരാതനമായിട്ടുള്ള ഒരുപാടധികം വസ്തുക്കള്, ശിലകള്, ചരിത്ര പ്രാധാന്യമുള്ള ഓരോരോ കാര്യങ്ങള് ഇതെല്ലാം സൂക്ഷിച്ചു വെച്ച ഒരുപാട് പഴക്കമുള്ള ഒരു വലിയ മ്യൂസിയം. ഈ മ്യൂസിയത്തിലെ ചില ആളുകൾക്ക് രാത്രി ജീവൻ വെക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും ആ മ്യൂസിയത്തിലെ ഓരോ വസ്തുക്കൾക്കും രാത്രിയാവുമ്പോൾ ഇങ്ങനെ ജീവൻ വെക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതൊന്നും അറിയാതെ നമ്മുടെ കഥാനായകനായിട്ടുള്ള ലാറി പുതിയ ജോലിക്കായിട്ട് ഈ മ്യൂസിയത്തിലേക്ക് വരികയാണ്. അതും നൈറ്റ് ഷിഫ്റ്റ്, നൈറ്റ് സെക്യൂരിറ്റിക്കായിട്ട്. എന്തായാലും ജോലിക്ക് ചേർന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് സംഭവ ബഹുലമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കഥ ഞാൻ പറയണം എന്ന് ഞാൻ വിചാരിച്ചില്ല. 2 ദിവസം മുന്നേ ഞാൻ ഇട്ടൊരു മൂവിയുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് വന്നു. ഇതാണ് ആ ഒരു കമന്റ്. ഈ ഒരു സിനിമയെ കുറിച്ചാണ് ഇയാൾ പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ ഒരു കമന്റിന് ലൈക്ക് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മൂവി ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ? തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവി ഞാൻ സെലക്ട് ചെയ്തത്. എന്തായാലും നമുക്ക് നേരെ ആ കഥയിലേക്ക് പോകല്ലേ, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയുടെ ആരംഭത്തിൽ കഥാനായകനായിട്ടുള്ള ലാറിയെ കാണിക്കുകയാണ്. തിരക്ക് പിടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോവാണ് മകനെ കൂട്ടാനായിട്ട്. എന്നാൽ സ്കൂളിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇന്ന് പാരന്റ്സ് മീറ്റിംഗ് ആയിരുന്നു. ഓൾറെഡി ലാറിയുടെ മകനെ അവന്റെ വൈഫ് വന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ വൈഫും അതുപോലെ തന്നെ ലാറിയും ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ്, അതായത് ഡിവോഴ്സ് ആയിട്ടുണ്ട്. നേരെ ഭാര്യയുടെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ മകനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതെന്താ നീ പറയാതെ മകൻ എങ്ങനെ കൂട്ടിക്കൊണ്ടെന്ന് ചോദിച്ചപ്പോൾ വൈഫ് പറയണം, അത് പിന്നെ ഞാൻ മകൻ പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചാണ്. ഇല്ല, അവൻ എന്നോടൊന്നും പറഞ്ഞില്ല. ഇതേ സമയത്ത് തന്നെ ലാറിയുടെ വൈഫിനെ, എക്സ് വൈഫാണ്, അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല എന്തായാലും പഴയ ഹസ്ബൻഡ് തന്നെയല്ലേ. നമ്മുടെ ലാറിയെ മറ്റവനൊന്നും ചൊറിഞ്ഞിട്ട് പോകുന്നുണ്ട്. അതേസമയം തന്നെ ലാറിയുടെ മകൻ അങ്ങോട്ടേക്ക് വരികയാണ്, നിക്ക്. അപ്പൊ ലാറിയുടെ വൈഫ് ഒരു കാര്യം പറയുന്നത്, എന്റെ പൊന്നു ലാറി, നീ ഇങ്ങനെ ഓരോ സമയത്തും ഓരോ മാസവും ഓരോ ജോലിയായിട്ട് നടക്കുമ്പോൾ താമസം ഇങ്ങനെ മാറേണ്ടി വരും. അതിനനുസരിച്ച് ഇവന്റെ പഠിത്തമാണ് മുടങ്ങുന്നത്. ഇവനും ഇതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ ലാറി ഇപ്പോൾ നിക്കിന് നോക്കുകയാണ്. അവനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്കൊന്ന് വാക്കിങ്ങിന് പോകുന്നുണ്ട്. മാത്രമല്ല അവനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇതുപോലെ മറ്റൊരു ജോലി ശരിയായിട്ടുണ്ട്, മറ്റൊരു നാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. അവനൊന്നും അങ്ങനെ തുറന്നു പറയില്ല കേട്ടോ. അതോടൊപ്പം തന്നെ ലാറിക്ക് ഒരു കാര്യം മനസ്സിലായി, മകൻ ഈ ഒരു കാരണത്താൽ നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ടുള്ള ഒരു ജോലി ലാറിക്ക് വേണമായിരുന്നു. ശരിക്കും ഈ ലാറിയുടെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഒരു സ്ഥലത്തും മര്യാദക്ക് നിൽക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അവൻ നിന്നാൽ തന്നെ ചിലപ്പോൾ അവിടുത്തെ ആൾക്കാർ ഇവനെ പുറത്താക്കിന്ന് വരും. സ്വഭാവമുണ്ട്, കഴിവുകേടുമുണ്ട്, എല്ലാം ഉണ്ട്. എന്തായാലും നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു ലേഡിയുടെ അടുത്തേക്ക് ലാറി ചെല്ലുകയാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ കഴിവുണ്ട്, ഞാനിങ്ങനെയൊക്കെ സംസാരിക്കും, ഇതാണെന്ന് പറഞ്ഞിട്ട് ലാറി ആദ്യം ഇരുന്ന് നല്ലോണം ഇരുന്ന് തള്ളുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു ലേഡി പറയാണ്, പൊന്നു മോനെ, ലാറി എന്നല്ലേ പേര്, ഒരു കാര്യം പറയട്ടെ, നിന്റെ ഈ സ്വഭാവത്തിനും ഈ വർത്തമാനത്തിനും പിന്നെ നിന്റെ ക്വാളിഫിക്കേഷനും വെച്ച് ഈ നാട്ടിൽ നിന്നല്ല ഈ ഭൂമിയിൽ നിന്ന് തന്നെ നിനക്കൊരു ജോലിയും കിട്ടാനുള്ള സാധ്യതയില്ല. ഇപ്പൊ ലാറി ഗർവൊക്കെ വിടുകയാണ്. ആ ലേഡിയോട് പറയണം, പൊന്നു മേഡം, പട്ടിണിയാണ്, എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി തരുമോ? കരഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ലേഡി, ഒരു ചാൻസ് ഉണ്ട്, പക്ഷേ ആരും അങ്ങോട്ടേക്ക് പോയിട്ട് അങ്ങനെ സെറ്റ് ആയിട്ടൊന്നുമില്ല, നീ പോയി നോക്കി എന്ന് പറയണം. അപ്പൊ ലാറി നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു പഴയ മ്യൂസിയം ആയിരുന്നു. അതിന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് വലിയൊരു ഡൈനോസറിന്റെ ഫോസിലാണ്. അതങ്ങനെ ആ ഒരു ലെവലിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റ് റബേക്കയുടെ അടുത്തേക്ക് ചെന്നിട്ട് ലാറി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, ദേണ്ടേ അങ്ങോട്ടേക്ക് പോയിക്കോന്ന് പറയണം. ലാറി ഇപ്പൊ നേരെ ആ ഒരു മുറിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അപ്പൂപ്പൻ അവൻ ആ ഒരു മുറിയിലേക്ക് കൊണ്ടുപോകാൻ. മാത്രമല്ല അവിടെ 1 അല്ല 3 അപ്പൂപ്പന്മാരാണ് ടോട്ടലുള്ളത്. അപ്പൊ എന്താണ് ജോലി എന്ന് ലാറി ഇങ്ങനെ അവരെ നോക്കി നിൽക്കുന്ന സമയത്ത് ഈ അപ്പൂപ്പന്മാർ പറയണം, ഈ ഒരു മ്യൂസിയം ആ ഒരു ട്രെൻഡൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പിള്ളേരൊന്നും ഇങ്ങോട്ടേക്ക് വരുന്നില്ല, പഴയതുപോലെ കളക്ഷനും ഈ ഒരു മ്യൂസിയത്തിലില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 കിളവന്മാരെ ഇവരിപ്പോ അടിച്ചു പുറത്താക്കാൻ വേണ്ടി പോവാണ്. സോ ഞങ്ങളുടെ പകരമായിട്ട് ഒരേ ഒരാൾ മാത്രമേ ഇനി നൈറ്റ് ഉണ്ടാവുള്ളൂ. ആ ഒരു ജോലിയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. സെക്യൂരിറ്റി ജോലിയാ, അതും രാത്രിയോ? പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ അപ്പൂപ്പന്മാര് പറയാണ്, എടോ ഇതിനേക്കാൾ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ജോലി നിനക്ക് വേറെ കിട്ടില്ല. നീ എന്തായാലും പറ്റെങ്കിൽ ഇന്ന് രാത്രി തന്നെ ജോയിൻ ചെയ്തോന്ന് പറയാണ്. ഓക്കെ എന്ന് അവസാനം ലാറി സമ്മതിക്കുകയാണ്. ഇവൻ പുറത്തേക്ക് പോയപ്പോൾ ഈ 3 അപ്പൂപ്പന്മാരും ലാറിയെ നോക്കിയിട്ട് ഇവൻ എന്തായാലും നമ്മുടെ പണിക്ക് ഓക്കെ ആവും എന്നൊരു ദുരദൂഷത്തോട് കൂടിയിട്ട് ഈ അപ്പൂപ്പന്മാര് സംസാരിക്കുകയാണ്. എന്തായാലും പ്രധാനിയായിട്ടുള്ള ആ ഒരു അപ്പൂപ്പൻ നമ്മുടെ ലാറിയും കൂട്ടിക്കൊണ്ട് മ്യൂസിയത്തിന്റെ പല ഭാഗത്തേക്കും പോയിട്ട് അവിടെയുള്ള ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ തന്നെ പ്രധാനമായിട്ടും ആഫ്രിക്കയിലെ ഒരുപാട് ജീവികളുടെ സ്റ്റാച്യൂസ് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കൊരങ്ങൻ, ഒരു മഹാവികൃതിയായിട്ടുള്ള അല്ലെങ്കിൽ ആ ക്യാരക്ടറുള്ള ഒരു കൊരങ്ങനാണിത്. എന്തായാലും ഇതിനെക്കുറിച്ചൊന്നും ലാറിക്ക് ഇപ്പൊ നിലവിൽ അറിയില്ല. നന്നായിട്ട് ഇതിനൊക്കെ സൂക്ഷിക്കണം എന്നിപ്പോ ഈ അപ്പൂപ്പൻ പറയുന്നുണ്ട്. ഇതെന്തിനിപ്പോ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊന്നും അല്ല മോനെ, വേറൊരു കാര്യമുണ്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന എന്തൊക്കെയോ മമ്മികൾ വെച്ച ആ ഒരു റൂമുണ്ട്. അവിടെ തന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മറ്റൊരു മാന്ത്രിക കല്ല് കൂടിയുണ്ട്. ഈ കല്ല് സ്വർണ്ണത്താൽ പൂശി അല്ലെങ്കിൽ കവർ ചെയ്ത ഒരു കല്ലാണ്. ഇതിന് ഒരുപാട് മാന്ത്രിക ശക്തി ഉണ്ട് എന്നൊക്കെയാ പഴമക്കാർ പറയുന്നത്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊക്കെ നോക്കണമെന്ന് ഇപ്പൊ ഈ ലാറിക്ക് ഈ അപ്പൂപ്പന്മാര് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും പിറ്റേ ദിവസമായി ലാറി ഭാര്യ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്, നമ്മൾ എന്തായാലും ഇവിടുന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കൊരു ജോലി കിട്ടി, മകനും എന്റെ കൂടെ തന്നെ നിന്നോട്ടെ. അങ്ങനെ അന്നേ ദിവസം രാത്രി ജോലിക്കായിട്ട് ലാറി ആ ഒരു മ്യൂസിയത്തിലേക്ക് വരികയാണ്. ആ ഒരു 3 അപ്പൂപ്പന്മാരും, ഇവർ 3 പേര് വരുന്നല്ലോ ഇത്രയും കാലം സെക്യൂരിറ്റി, ഇവരിന്ന് ഈ ഒരു ജോലി രാജിവെക്കാണ്. പോകുന്നതിന് മുന്നേ ലാറിക്ക് ചില കാര്യങ്ങൾ കൊടുക്കാനാണ് അവരിവിടെ വെയിറ്റ് ചെയ്തത്. വന്ന വാർഡ് തന്നെ അവരൊരു ടോർച്ച് കൊടുക്കാണ്, ഒരു ചാവിയും കൊടുക്കാണ്. മാത്രമല്ല ഇതിന്റെ കൂടെ തന്നെ ഒരു പുസ്തകം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ആ കൂട്ടത്തിലെ ഒരു അപ്പൂപ്പൻ സെക്യൂരിറ്റി പറയാണ്,
മോനെ ഇതിന്റെ ഉള്ളിലേക്ക് ആരും കയറാൻ സമ്മതിക്കരുത്, പ്രധാനമായിട്ടും ഉള്ളിലേക്ക് കയറില്ല, പുറത്തേക്ക് ആരും പോകാൻ വിടരുത് എന്ന് പറയാണ്. പുറത്തേക്ക് ആര് പോവാൻ, ഞാൻ മാത്രമല്ല ഇപ്പൊ ജീവനോടെ ഇവിടെ ഉള്ളൂ. അതൊക്കെ മോനിക്ക് പിന്നെ മനസ്സിലായിക്കോളൂ, നീ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് ആ ഒരു വലിയ അപ്പൂപ്പൻ പറയാണ്. എന്നിട്ട് ഇവരവിടുന്ന് പോവാണ്. ഇവര് പോയി കഴിഞ്ഞപ്പോ പിന്നെ ലാറിയുടെ ആ ഒരു വിഹാരമായിരുന്നു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇത്രയും വലിയ മ്യൂസിയം, പ്രത്യേകിച്ച് ഒരു പണിയില്ല, വെറുതെ ഇരുന്ന് അവന് കഴുപ്പ് കയറാൻ തുടങ്ങി, വെറുതെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ ഇടയിൽ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം എന്ന് കരുതിയിട്ട് ബാത്റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഈ കയറി വരുന്ന സ്ഥലത്തിന് വലിയൊരു ഡൈനോസറിന്റെ ശില വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് അവിടെ കാണാനില്ല. ഇത് മിക്കവാറും ആ ഒരു തന്തമാരുടെ പണിയായിരിക്കും, എനിക്കിട്ടൊരു പ്രാങ്ക് തരാൻ വേണ്ടിയിട്ട് ഡേയ് തന്തേ 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 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാറി അവരെ വിളിച്ചു കിടക്കുമ്പോൾ തന്തമാരെ കാണുന്നില്ല, പകരം ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ച കാണുകയാണ്. ഇതേ അസ്ഥികുടം, അല്ലെങ്കിൽ അവിടുന്ന് കാണാതായ ഡൈനോസറിന്റെ ആ ഒരു അസ്ഥികുടം അവിടെ ഇരുന്ന് പൈപ്പിന്റെ ചുവട്ടുന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട ലാറി ഷോക്കായി പോവാണ്. കയ്യിലുണ്ടായിരുന്ന ആ ഒരു ടോർച്ച് താഴേക്ക് വീഴുന്നുണ്ട്. ഈ ശബ്ദം കേട്ട് ലാറിയുടെ നേർക്ക് ഈ ഒരു ഡൈനോസർ വരുന്നുണ്ട്. ലാറി ഒന്നും നോക്കിയില്ല, ജീവനും കൊണ്ട് പായാണ്. ഓടിച്ചെന്നിട്ട് അവന്റെ ക്യാബിന്റെ ഉള്ളിലേക്ക് ചാടി കയറിയിരുന്ന് ഫോൺ എടുത്ത് ആ അപ്പൂപ്പനെ വിളിക്കുകയാണ്. അപ്പൂപ്പനാണെങ്കിൽ ചെറിയ ചെറിയ പെൺകുട്ടികളോട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല പാർട്ടിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാറി പറയുന്ന കാര്യങ്ങളൊന്നും അപ്പൂപ്പൻ കേൾക്കുന്നില്ല. ഫോൺ വെക്കുന്നതിന് മുന്നേ അപ്പൂപ്പൻ ഒരു കാര്യം പറഞ്ഞു, അവിടെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അത് ഫോളോ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. ഈ സമയത്താണ് ലാറിക്ക് അവർ കൊടുത്ത ആ ഒരു പുസ്തകത്തിന്റെ കാര്യം ഓർമ്മ വരുന്നത്. ആ പുസ്തകം എടുത്ത് നോക്കുകയാണ്. പുസ്തകത്തിൽ ആദ്യം തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ത്രോ ദ ബോൺ അങ്ങനെയാണ്. ഇപ്പൊ ലാറി നോക്കുമ്പോൾ ഈ ഡൈനോസറിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു എല്ലും കഷ്ണം കാണുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ആ എല്ലും കഷ്ണം എടുത്ത് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നായ എല്ലെറിഞ്ഞ് എങ്ങനെയാ പിടിക്കാൻ പോവുക, അതുപോലെ തന്നെ ഈ ഡൈനോസർ ഇത് പിടിക്കാൻ വേണ്ടി പോവാണ്. ഇത് തന്നെ അവസരം എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞോടാൻ നിൽക്കുമ്പോൾ ഒരു 4-5 അടിയെ വെച്ചിട്ടുള്ളൂ. അതിനു മുന്നേ ആ ഒരു എല്ലും കഷ്ണം എടുത്തുകൊണ്ട് ഡൈനോസർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇത്തവണ നേരത്തെ കണ്ടതുപോലെ ആ ഒരു ഘോരമായ രൂപത്തിലല്ല, ഒരു കുഞ്ഞു നായ്ക്കുട്ടനെ പോലെ ഇനി എറിയുന്ന രീതിയിൽ ഡൈനോസർ വന്നിരിക്കുകയാണ്. നമ്മുടെ ലാറി വീണ്ടും ആ ഒരു എല്ലെടുത്ത് ഒരു ഏറി കൊടുക്കുന്നുണ്ട്. ഡൈനോസർ ഇപ്പൊ അതിന്റെ പിന്നാലെ പോവാണ്. ഇതേ സമയത്ത് തന്നെ ലാറി മ്യൂസിയത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരുവിധം ശിലകൾക്കെല്ലാം ജീവൻ വന്നിരിക്കുകയാണ്. പക്ഷികളൊക്കെ മ്യൂസിയത്തിന്റെ മുകളിലൂടെ പാറി അങ്ങനെ നടക്കുകയാണ്. എന്തവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ലാറി മ്യൂസിയത്തിന്റെ ഓരോ ഭാഗത്തോടെ നടക്കുമ്പോൾ അവിടെ ശിലകളായിട്ട് വെച്ചിരുന്ന കുറച്ച് ട്രൈബ്സ് ഉണ്ടായിരുന്നു. ഇതിനെല്ലാത്തിനും ജീവൻ വന്നിട്ടുണ്ട്. മാത്രമല്ല കല്ലൊരച്ചുകൊണ്ട് ഇവന്മാര് തീ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അതുപോലെ തന്നെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു ശില, അതിന്റെ ആ ഒരു മോഡലും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഈ സാധനം നമ്മുടെ ലാറിയെ നോക്കിയിട്ട് സംസാരിക്കുകയാണ്. എന്തോ ബലൂണ് വേണമെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. ഇവൻ വീണ്ടും മുന്നോട്ടേക്ക് പോകുമ്പോൾ കുറച്ച് മംഗോൾ ട്രൈബ്സ് ഇത് ഈ ലാറിയെ കാണുകയാണ്. ഇവനെ കൊല്ലാനായിട്ട് കോടാലി എടുത്തുകൊണ്ട് ലാറിയുടെ പിന്നാലെ പാഞ്ഞു വരികയാണ്. ജീവനും കൊണ്ട് പാഞ്ഞ ലാറിക്ക് ആ ലിഫ്റ്റ് കാണാൻ പറ്റി കേട്ടോ. അവൻ അതിൻ്റെ ഉള്ളിൽ ഓടി കയറുകയാണ്. എന്നാൽ പിന്നാലെ വന്ന ഈ ഒരു ട്രൈബ്സിന്റെ ഹെഡ് ഉണ്ടല്ലോ, ഹെഡിന്റെ ഹെഡ് ഈ വാതിലിന്റെ ഉള്ളിൽ കുടുങ്ങി പോവാണ്. എന്നാലും എങ്ങനെയൊക്കെയോ ലാറി രക്ഷപ്പെട്ട് താഴേക്ക് വരുന്നുണ്ട്. അവിടെ തന്നെ ഒന്നുമില്ലാത്തൊരു ഹാളിലേക്ക് ഓടി കയറുകയാണ്. എന്തായാലും നമ്മുടെ ചതിക്കാത്ത ചന്തുവിൽ ജഗതിച്ചേട്ടൻ പറഞ്ഞതുപോലെ പലജാതി ഐറ്റങ്ങളാണ്. എന്തായാലും അതേ ഹാളിൽ തന്നെ ഒരു ചില്ലിന്റെ കൂടുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ ഒരു റെഡിന്റെ ലേഡിയുടെ ശിലയുണ്ടായിരുന്നു. അതിനിപ്പോ ജീവൻ വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ആ പെൺകുട്ടിയുടെ പേരെന്താണെന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സക്കാജാവിയ അങ്ങനെ എന്തോ ആണ്. അപ്പൊ നീയാണോ ഈ സക്കാജാവിയ എന്നൊക്കെ ലാറി ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടി ചില്ലിന്റെ കൂട്ടിലായതുകൊണ്ട് തന്നെ നമ്മുടെ ലാറി പറയുന്ന കാര്യങ്ങളും അവൾ കേൾക്കുന്നില്ല. ചെവി ഇങ്ങനെ വെച്ചിട്ട് കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ ലാറി പറയണം, ഓഹോ നിനക്ക് ചെവി കേൾക്കില്ല അല്ലേ. എന്തായാലും പിന്നോട്ടേക്ക് അങ്ങനെ ലാറി നടക്കുമ്പോൾ കാല് തന്നെ നിരത്തേക്ക് വീഴാണ്. നോക്കുമ്പോൾ ഇവന്റെ കണ്ണിന്റെ മുകളിലൂടെ ഒരു തോക്കിന്റെ മുൻഭാഗം അങ്ങനെ പോകുന്നു. ഠേതന്റെ ഒരു ഒച്ചയൊക്കെയാണ്. നോക്കുമ്പോ എന്താ ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് സോൾജിയേഴ്സിന്റെ ശിലകളുണ്ട്. ഇതിനെല്ലാത്തിനും ജീവൻ വന്നിരിക്കാതെ പിന്നത്തെ കാര്യം പറയണോ, എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ്. ലാറി ഇതിന്റെ ഉള്ളിൽ കിടന്നു നക്ഷത്ര എണ്ണാണ്. മാത്രല്ല എന്റെ ശിവനേ എന്ന് പറഞ്ഞിട്ട് മച്ച വഴി കണ്ട ഭാഗത്തേക്കൊക്കെ ഇരുന്ന് ഓടുകയാണ്. ആ സമയത്താണ് ആ ഇൻസ്ട്രക്ഷന്റെ കാര്യം അവന് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് തന്നെ പോയിട്ട് ആ ഒരു പുസ്തകം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിലിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, സിംഹങ്ങളെ പൂട്ടിയിട്ട് ആ ഒരു മുറി പ്രത്യേകം ഒന്ന് പൂട്ടിയിട്ടേക്കണേന്ന്. ഇതെന്തായിരിക്കും ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും ആദ്യം മനസ്സിലായില്ല. അപ്പൊ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കൊളംബസ് ഉണ്ടല്ലോ, കൊളംബസിന്റെ ശിലക്കും ജീവൻ വന്നിട്ടുണ്ട്. മൂപ്പര് ഏതോ മാപ്പ് നോക്കി മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ ലാറി നേരെ അങ്ങോട്ടേക്ക് ശില്ലാണ്. കൊളംബസ് എണ്ണ ഈ സിംഹത്തിന്റെ മുറി പൂട്ടിയിടണം എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാ? കൊളംബസ് ആണെങ്കിൽ കാര്യമായിട്ട് എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പിരിയിലായിരുന്നു. നമ്മുടെ ലാറി ആട്ടുകയാണ് കേട്ടോ, പൊയ്ക്കോ മര്യാദ കിടന്നു പറഞ്ഞിട്ട്. എന്തായാലും നമ്മുടെ ലാറി അതിലൂടെ നടക്കുന്ന സമയത്ത് ഈ സിംഹങ്ങളെ വെച്ച ആ ഒരു മുറി അവൻ കാണുന്നുണ്ട്. എന്തിനാണ് അത് പൂട്ടി വെച്ചത് എന്ന്, പൂട്ടി വെക്കാൻ പറഞ്ഞത് എന്ന് അവനിപ്പോ മനസ്സിലായി. കാരണം ആ ശിലകൾക്ക് മുഴുവൻ ഇപ്പം ജീവൻ വന്നിരിക്കുകയാണേ. പെട്ടെന്ന് തന്നെ ലാറി ആ മുറി പൂട്ടിയിടുകയാണ്. ഇതേ സമയത്തിന് അങ്ങോട്ടേക്ക് വന്ന ഒട്ടകപ്പക്ഷി, ചില കാട്ടുജീവികൾ ഇതെല്ലാം വന്ന് ലാറി ആക്രമിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അവിടെ കണ്ട ഒരു കാടിന്റെ രൂപം ഉണ്ടാക്കി വെച്ചിരുന്നു. എന്നാൽ ആ കാടിനൊക്കെ ഇപ്പൊ ഒരു യഥാർത്ഥ കാട് പോലെ ആയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് ലാറി ഓടി കയറി നോക്കുകയാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽ ശില്പം പോലെ വെച്ചിരുന്ന പാമ്പുകൾ, ഇതിനെല്ലാത്തിനും ശരിക്കും ഇപ്പൊ ജീവൻ വന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവൻ വാതില് അതിന്റെ ആ ഒരു ഗ്രില്ല് ക്ലോസ് ചെയ്യണം. ആ സമയത്ത് തന്നെ ഇൻസ്ട്രക്ഷൻ കയ്യിലുണ്ടായിരുന്നു. അത് വായിച്ചു നോക്കുമ്പോൾ അവനോട് ആ ഇൻസ്ട്രക്ഷനിൽ പറയുന്നത് കീശയിൽ ഉണ്ടോ എന്ന് നോക്കിയേക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ ലാറി കീശയിൽ തപ്പി നോക്കുമ്പോൾ കീ ഇല്ലായിരുന്നു. കാരണം അതിങ്ങനെ എടുക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, ഒരു കൊരങ്ങച്ചൻ തന്നെ. ആ കൊരങ്ങച്ചൻ ഇപ്പൊ നമ്മുടെ ലാറിയെ നോക്കിയിട്ട് ചാവിയും കൈ പിടിച്ച് സാധനം എന്റെ കയ്യിലുണ്ട് കേട്ടാ എന്നുള്ള രീതിയിൽ ലാറിയെ നോക്കി പറയുമ്പോൾ പതിയെ അതിനടുത്തേക്ക് വിളിക്കണം, ഡാ കുട്ടാ വാടാ താടാ ചേട്ടന് താടാ. അങ്ങനെ വിളിച്ച് അവസാനം ആ ഒരു കൊരങ്ങാപ്പി താഴേക്ക് വന്നു. പക്ഷെ താക്കോൽ
താക്കോലും എടുക്കാനല്ല, നമ്മുടെ ലാറിയുടെ മൂക്കിനിട്ട് ഒരു കടി കൊടുക്കാനാണ്. എന്തായാലും കടിയും മേടിച്ച് അലറി കരിയുന്ന ലാറി എങ്ങനെയൊക്കെ ആ ഒരു താക്കോല് കൊരകന്റെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ്. എന്നാൽ താക്കോല് പോയ ആ ഒരു ദേഷ്യത്തിന് ലാറിയുടെ മുഖത്തേക്ക് തന്നെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ആര്, ഈ ഒരു കൊരങ്ങച്ചൻ തന്നെ. എന്നിട്ടും ദേഷ്യം തീരാനായിട്ട് ലാറിയുടെ കയ്യിൽ ആ ഒരു ബുക്ക് ഉണ്ടായിരുന്നില്ലേ, ഇതും പിടിച്ച് വലിച്ചോടിക്കൊണ്ട് ലാറിയുടെ മുന്നിൽ വെച്ച് തന്നെ ഇത് കീറിക്കളയാണ്. ആകെ സങ്കടത്തിലാണ് ലാറി. ഇപ്പൊ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സോഫയിൽ പോയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുന്നു കരുതിയിട്ട് ഈ സമയത്ത് മോത്തേക്ക് വന്നിട്ട് കുഞ്ഞു കുഞ്ഞു സൂചികൾ കുത്തുന്നു. ഇതെന്താ, ഇത് എവിടെ നിന്ന് വരുന്ന വെച്ചിട്ട് ലാറി ഇങ്ങനെ നോക്കുമ്പോൾ ഈ കുഞ്ഞു ഈ ട്രൈബ്സ് ഉണ്ടല്ലോ, ആ രൂപത്തിൽ ഉണ്ടായിരുന്ന ശിലകൾക്കെല്ലാം ജീവൻ വന്നിട്ട് ലാറി ആക്രമിക്കുകയാണ്. ഇത് എന്തെന്ന് പറഞ്ഞിട്ട് ലാറി പിന്നിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഈ കൗബോയ്സ് ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് അവരുടെ ഒരു സംസ്കാരവും ശിലകളൊക്കെ ആയിട്ട് ഒരു ഏരിയ ഉണ്ടാക്കിയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാത്തിനും ജീവൻ വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ നോക്കി നിൽക്കെ ലാറിയുടെ കാലിലൊരു കയറ് വരികയാണ്. ഇവൻ കാല് തന്നെ താഴേക്ക് വരുന്നുണ്ട്. അതും ഈ കൗബോയികൾ ഉണ്ടാക്കി വെച്ച ആ ഒരു റെയിൽ പാളത്തിലേക്ക്. പ്രധാനമായിട്ടും ഇവരിലെ ഒരാളുണ്ട്, കൗബോയ് ലീഡർ. ഇയാൾ വന്നിട്ട് പറയാണ് ഇന്ന് തന്നെ ഇവനെ നമുക്ക് കൊല്ലണം എന്ന് പറഞ്ഞിട്ട് കുറെ കയർ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാണ്. എന്നിട്ട് ആ ഒരു റെയിൽ പാളത്തിലേക്ക് നമ്മുടെ ലാറിയെ വലിച്ചു കെട്ടിയിടുകയാണ്. എന്നിട്ട് ആ ഒരു ട്രെയിൻ ഉണ്ടല്ലോ, തുരങ്കത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ലാറിയുടെ തലക്കെട്ട് കുത്താൻ വേണ്ടി പറയാണ്. ലാറി അത് ചെയ്യരുത് എന്ന് പറയുമ്പോഴേക്കും ട്രെയിൻ ഇങ്ങോട്ടേക്ക് എത്തി അവന്റെ തലക്കെട്ട് ഒരു കുത്തും കൊടുക്കുകയാണ്. എന്നാൽ ചെറിയൊരു സ്ക്രാച്ച്, ഒരു സൂചി കുത്തിയ വേദന അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇതുകൂടെ ആയപ്പോൾ വേദന കൊണ്ട് ലാറി ചാടി എഴുന്നേൽക്കുകയാണ് കേട്ടോ. അവര് കെട്ടിവെച്ച ആ ഒരു കയറൊക്കെ നൂല് പൊട്ടിക്കുന്നത് പോലെ ലാറി പൊട്ടിക്കുകയാണ്. രാക്ഷസിന് ഭ്രാന്തായെ ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് കൗബോയ് കൂട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. എന്ന് ഇതേ സമയത്തിന് എഴുന്നേറ്റ് നിന്ന ലാറിയുടെ മുന്നില് ഒരു 10-15 കണക്കിന് റോമൻ സോൾജേഴ്സിന്റെ മിനിയേച്ചേഴ്സ് ഇവറ്റകൾ മുന്നിൽ വന്നിട്ട് ലാറിയെ ഞങ്ങൾ കൊല്ലും ലാറി, അല്ലെങ്കിൽ ഈ ചങ്ങായിനെ കൊല്ലുന്നു പറയുമ്പോൾ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന കൗബോയിന്റെ ആ ഒരു ലീഡർ പറയണം, അല്ല ഇവൻ ആദ്യം കണ്ടത് ഞങ്ങളാണ്, അതുകൊണ്ട് ഞാൻ കൊല്ലുന്നു പറയണം. എന്തായാലും രണ്ട് കൂട്ടരും നമ്മുടെ ലാറി കെട്ട് കണക്കിന് കൊടുക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു കുതിരക്കാരനായിട്ടുള്ള പട്ടാളക്കാരൻ വരുന്നത്. ഇയാൾ അങ്ങോട്ടേക്ക് വന്ന് ലാറിക്ക് കൈ കൊടുക്കുകയാണ്. എന്നിട്ട് അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്താണ് ലാറി ഈ ഒരു സോൾജറോട് ചോദിക്കുന്നത്, അല്ല പട്ടാളക്കാരെ ഇവിടെ എന്താ നടക്കുന്നത്? ഇതെന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ, ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ലാറിയും കൂട്ടിക്കൊണ്ട് ആ ഒരു ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങൾക്കുള്ള റൂമിൽ അങ്ങോട്ടേക്ക് അവനെ കൊണ്ടുപോയിട്ട് ആ സ്വർണ്ണത്തിൽ പൂശി ആ ഒരു കല്ല് കാണിച്ചു കൊടുക്കുകയാണ്. 1952 ഈ മ്യൂസിയത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ശിലയാണിത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, എന്തോ ചില മാന്ത്രിക ശക്തിയുണ്ട്. അതിന്റെ ആ ഒരു ശക്തി കാരണമാണ് രാത്രി ആകുമ്പോൾ ഇവിടെയുള്ള ശിലകൾക്ക് എല്ലാത്തിനും ജീവൻ വരുന്നത്. മാത്രമല്ല ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ഏതോ ഒരു മമ്മിക്ക് വരെ ഇപ്പൊ ജീവൻ വെച്ചിട്ടുണ്ട്. അത് ആ ഒരു പെട്ടി തുറക്കാൻ നോക്കുകയാണ്. അതിന്റെയും കൂടെ ഒരു കുറവേ ഉള്ളൂ ഇവിടെ. എന്തായാലും ലാറി ഇപ്പൊ ആ ഒരു പട്ടാളക്കാരനോട് ചോദിക്കുകയാണ്, എന്നിട്ട് രാത്രി ജീവൻ വെച്ചിട്ട്? ഇപ്പൊ പട്ടാളക്കാരൻ പറഞ്ഞു കൊടുക്കുകയാണ്, ജീവൻ വെക്കും, രാവിലെ ആകുമ്പോൾ സൂര്യപ്രകാശം വരുമ്പോൾ ഇവറ്റകളെല്ലാം പഴയ ഒരു പൊസിഷനിലേക്ക് തന്നെ പോയി നിൽക്കും. അല്ല ഈറ്റിങ്ങൾക്ക് ഇങ്ങനെ രാത്രി ജീവൻ വെക്കുകയാണെങ്കിൽ പിന്നെ എന്റെ ആവശ്യം എന്താ, ഞാനെന്തിനാ ഇവിടെ കാവല് നിൽക്കുന്നത്? നാളെ തന്നെ എനിക്ക് ഈ ജോബ് കളയണം, എനിക്ക് ഈ ജോലി വേണ്ട. ഈ സമയത്താണ് പട്ടാളക്കാരൻ ഒരു കാര്യം പറയുന്നത്, അത് പിന്നെ രാത്രി തന്നെയാണ് നിന്റെ ആവശ്യം ഈ ഒരു മ്യൂസിയത്തിൽ. കാരണം ഇവറ്റകൾക്ക് ജീവൻ വന്ന് സൂര്യപ്രകാശം ഇവരുടെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ ഇവർ ചാരമായി പോകും. അപ്പൊ അതിന് മുന്നേ തന്നെ, സൂര്യപ്രകാശം വരുന്നതിന് മുന്നേ തന്നെ എല്ലാവരെയും അതിൻ്റെതായ ആ ഒരു സ്ഥാനത്ത് നീ കൊണ്ടുപോയി വെക്കണം. പിന്നെ വേറൊരു കാര്യം, പവർഫുൾ പ്ലേസസ് മേക്ക് പവർഫുൾ പീപ്പിൾ, ബട്ട് ഹിസ്റ്ററി വാസ് റോങ്. പവർഫുൾ പീപ്പിൾ മേക്ക് പ്ലേസസ് പവർഫുൾ. ഇതും പറഞ്ഞുകൊണ്ട് ആ പട്ടാളക്കാരന്റെ സ്ഥലത്തേക്ക് പോവാണ്. ലാറി ഇങ്ങനെ വായം പൊളിച്ച് നിൽക്കാണ്. ഇയാളിപ്പോ എന്താ ഈ പറഞ്ഞത്? ഇതെന്തിനാ KGF ഡയലോഗ് എന്നോട് പറഞ്ഞേ? അതെല്ലാം വഴിയെ മനസ്സിലായിക്കോളും. എന്തായാലും ഇതേ സമയത്തിന് ലാറിയുടെ ആ ഒരു കോട്ടിന്റെ ഉള്ളിൽ ആ ഒരു കൗബോയുടെ ലീഡർ ഉണ്ടല്ലോ, ഇവൻ ഇപ്പോഴും ഇരുന്ന് കുഞ്ഞു അമ്പുകൾ വിട്ടോണ്ടിരിക്കുകയാണ്. കൗബോയ് ഇപ്പൊ ലാറി തൂക്കിയെടുക്കാണ്. ഇതേ സമയത്തിന് ആ ഒരു കൗബോയ് പറയുന്നുണ്ട്, ഡാ എന്നെ മര്യാദക്ക് വിട്ടോ, കാഴ്ചയിലെ ഞാൻ ഒരു കുഞ്ഞാപ്പിയെ തോന്നുള്ളൂ, ഞാൻ എല്ലാത്ത കാര്യത്തിൽ വലിയ ആളാണ്. എന്തായാലും ലാറി ഇപ്പൊ ഈ ഒരു കൗബോയുടെ ലീഡറിനെ തൂക്കിയെടുത്തുകൊണ്ട് അവന്റെ ആ ഒരു പൊസിഷനിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു പട്ടാളക്കാരൻ അയാളുടെ പൊസിഷനിൽ പോയി നിൽക്കുകയാണ്. പതിയെ സൂര്യപ്രകാശം വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഡൈനോസറിന്റെ ശില അതും അതിന്റേതായ ആ ഒരു പൊസിഷനിൽ പോയി നിൽക്കുകയാണ്. സൂര്യപ്രകാശം പൂർണ്ണമായിട്ടും വന്നതോട് കൂടിയിട്ട് എല്ലാം ശിലയായി മാറുകയാണ്. ഇപ്പൊ രാവിലെ ആയപ്പോ ആ ഒരു 3 അപ്പൂപ്പന്മാരുണ്ടല്ലോ, ഇവര് പമ്മി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ചെറുക്കന് ജീവനെങ്ങാനും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും വന്നു നോക്കി ഈ അപ്പൂപ്പന്മാരെ ഞെട്ടിച്ചുകൊണ്ട് ഇവരുടെ മുന്നിലേക്ക് ലാറി ചാടി വീഴാണ്. കഞ്ഞക്കഴുവേറി തന്തമാരെ, എന്നെ പെടുത്താൻ നോക്കിയതാണല്ലേ? രാത്രി ഇമാതിരി പരിപാടി ഇടണ്ടാന്ന് അറിഞ്ഞിട്ടല്ലേ നിങ്ങൾ എന്നെ ഈ ജോലിക്ക് ഇവിടെ ആക്കിയത്? എനിക്ക് ഈ ജോലിയും വേണ്ട, ഒരു കോപ്പും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ ലാറിയുടെ മകൻ നിക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ നിക്കിന് ഇങ്ങോട്ടേക്ക് വന്ന ലാറിയുടെ ആ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്, നീ ജോലി ചെയ്യുന്ന ഈ ഒരു മ്യൂസിയം കാണാനായിട്ട് നിന്റെ ചെറുക്കന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ, എന്താ ഇപ്പൊ കാണണോ എന്ന് ചോദിക്കുമ്പോൾ ലാറി പറയാണ്, അത് വേണ്ട, നമുക്ക് നാളെ കാണാന്ന്. കാരണം ഓൾറെഡി അവിടുത്തെ ആ ഒരു ജോലി റിസൈൻ ചെയ്തിട്ടാണല്ലോ നമ്മുടെ ലാറി ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയത്. എന്തായാലും മകന് വേണ്ടി ആ ഒരു ജോലി ചെയ്യാമെന്ന് തന്നെ അവൻ തീരുമാനിച്ചു. ഇപ്പൊ നേരെ ആ ഒരു മ്യൂസിയത്തിന്റെ ഉള്ളിൽ കയറി വരുമ്പോൾ അവിടുത്തെ ആ ഒരു മാനേജർ ലാറിയെ വിളിപ്പിക്കാണ്, ഇങ്ങോട്ടേക്ക് വാ, എന്താ രാത്രി ഇവിടെ നടന്നത്? എന്താ നടന്നേ? ഒന്നുമില്ല എന്ന് ലാറി ഇങ്ങനെ പറയുമ്പോൾ മാനേജർ അവനെ കൂട്ടിക്കൊണ്ട് ഈ കൗബോയ്സിന്റെ ശില ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അങ്ങോട്ടേക്ക് കൊണ്ടിട്ട് ഒരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. അതായത് കൗബോയ്സിന്റെ ഒരു മിനിയേച്ചർ വെച്ച ഭാഗത്ത് റോമൻ പടയാളിയുടെ ആ ഒരു ശിലയുണ്ട്. ഇതെങ്ങനെ ഇവിടെ വന്നു? അത് പിന്നെ മാനേജറെ ഒന്നും പറയണ്ട, ഇതുപോലെ ഇനി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലി ഉണ്ടാവില്ല. മാനേജർ, ഞാൻ നാളെ മുതൽ നന്നായിട്ട് നോക്കിക്കോളാം, ഇപ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിച്ചുക, വയറ്റിപ്പഴുപ്പാണ്, ജോലിന്ന് പിരിച്ചു വിടരുത് പ്ലീസ്. എന്തായാലും മാനേജർ ഇപ്പൊ ചെറിയ ദേഷ്യത്തിൽ അവിടുന്ന് പോവാണ്. ഇതിനുശേഷം ലാറി നേരെ പോകുന്നത് ഈ 3 അപ്പൂപ്പന്മാരുണ്ടല്ലോ ഇവരുടെ അടുത്തേക്കാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അതുപോലത്തെ ബുക്ക് ഇനിയുണ്ടോ? ഇപ്പൊ ഈ അപ്പൂപ്പന്മാര് പറയണേ, അതുപോലത്തെ ഒരു ബുക്കേ ഉള്ളൂ. അല്ല അപ്പൊ രാത്രി ആകുമ്പോൾ ഞാൻ എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കുക?
അപ്പൊ അപ്പൂപ്പന്മാര് പറയാണ്, അതിനു വേണ്ടിയിട്ട് നീ ഇവിടെയുള്ള ഓരോ ശില്പത്തിന്റെയും ഹിസ്റ്ററി പഠിക്കുന്നത് നന്നായിരിക്കും, എന്തായാലും ഞങ്ങള് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പന്മാരെ അവിടെ നിന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ ഈ മ്യൂസിയത്തിലേക്ക് വന്ന ചില കുട്ടികൾക്ക് നമ്മുടെ റെബേക്ക അവിടെ ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ശില്പത്തിന്റെ ഹിസ്റ്ററി, അതിന്റെ ആ ഒരു ചരിത്രം ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ പിന്നാലെ തന്നെ നമ്മുടെ ലാറിയും ചെല്ലുകയാണ്. മാത്രമല്ല ഇന്നലെ ലാറിയുടെ കയ്യിൽ നിന്നും ആ ഒരു കീ അടിച്ചു മാറ്റിയ കുരങ്ങനുണ്ടല്ലോ, അതിന്റെ അടുത്തേക്ക് എത്തിയിട്ട് റെബേക്ക പിള്ളേരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ കുരങ്ങൻ ഇത് ഭയങ്കര നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഭയങ്കര നല്ല സ്വഭാവമുള്ള ഒരു കുരങ്ങനാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ലാറി ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. ലാറിക്ക് അറിയാലോ ഇത് കുരുത്തം കെട്ട ജാതിയാണ്. അപ്പൊ ലാറി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ റെബേക്ക പതിയെ അവനെ വിളിച്ചുകൊണ്ടിട്ട്, അല്ല നീ എന്താ പിള്ളേരുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിനക്ക് എന്താ വേണ്ട ചോദിക്കുമ്പോൾ അത് പിന്നെ ഒന്നുമില്ല, ഈ പിള്ളേരെ പോലെ തന്നെ എനിക്കും ഇതിന്റെ ഹിസ്റ്ററി അറിയണമെന്നൊക്കെ താല്പര്യമുണ്ട്. എന്നാ പിന്നെ കൂടെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവളും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല ലഞ്ച് ബ്രേക്ക് ആയ സമയത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാതെ ചില എക്സ്ട്രാ പോയിന്റുകളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഏതാണ് ആ ഒരു പെൺകുട്ടി, ചില്ലുകൂട്ടിലുള്ള ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, സക്കാജാവിയ, അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല, അവളെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് ഇപ്പോൾ റെബേക്ക പറയാണ്. എന്തായാലും റെബേക്ക പോയി കഴിഞ്ഞു. ലാറി ഇപ്പോൾ ആ ഒരു ലൈബ്രറിയിൽ ഒറ്റയ്ക്കായ സമയത്ത് തന്നെ അവൻ കൂടുതലായിട്ട് ബുക്കുകൾ വായിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആരംഭിക്കുകയാണ്. അതിൽ തന്നെ പ്രധാനമായിട്ടും ആ ഒരു മംഗോൾ ട്രൈബ്സ് ഉണ്ടല്ലോ ഇവരെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഇവരെ കുറിച്ച് മാത്രമല്ല എല്ലാവരെ കുറിച്ച് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാണ് ലാറി ഇപ്പോൾ. കാരണം ഈ ലൈബ്രറിയിൽ വെച്ച ഓരോ കാര്യത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള ബുക്കുകൾ തന്നെ ഈ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. എന്തായാലും രാത്രി ആവാനായിട്ടുണ്ട്, ജോലി തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ എല്ലാ പ്രിപ്പറേഷനും ലാറി എടുത്തിട്ടുണ്ട്. ഒരുവിധം കാര്യങ്ങളൊക്കെ ലാറി ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട്. രാത്രി ആയ സമയത്തിന് അങ്ങോട്ടേക്ക് ആ ഒരു 3 അപ്പൂപ്പന്മാര് വന്നിട്ടുണ്ട്. എന്തോ ഉടായ്പ ഉണ്ട് എന്നാ തോന്നുന്നത്. അല്ലാതെ ഇവന്മാര് വെറുതെ നമ്മുടെ ലാറിയുടെ പിന്നാലെ ഇങ്ങനെ വരേണ്ട ഒരാവശ്യവും ഇല്ല. അപ്പൊ ലാറിക്കും അത് തോന്നുന്നുണ്ട്, അല്ല നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ ഈ അപ്പൂപ്പന്മാര് പറയണം, അത് പിന്നെ നിന്നെ അവസാനമായിട്ടൊന്ന് കാണാൻ. അവസാനമായിട്ടോ എന്തിന്? അതല്ല ഞങ്ങൾ 3 പേരും നാട്ടിലേക്ക് പോവാണ്, അപ്പൊ അതുകൊണ്ട് അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ ആ കൂട്ടത്തിൽ ആ ഒരു വലിയ അപ്പൂപ്പനും അതുപോലെ തന്നെ ആ ഒരു കുഞ്ഞു അപ്പൂപ്പനും, വാ നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആ മുറിയിൽ നിന്നും അവനെ പുറത്തേക്ക് കൊണ്ടുപോയി തക്കം നോക്കി 3ാമത്തെ അപ്പൂപ്പൻ ഇവിടുത്തെ ആ ഒരു ചാവി ഉണ്ടല്ലോ ഇതൊരു സോപ്പ് വെട്ടിയിൽ വെച്ച് അതിന്റെ ആ ഒരു പാടുണ്ടാക്കുന്നുണ്ട്. ഒരു കള്ളക്കീ ഉണ്ടാക്കാനുള്ള ഉദ്ദേശമാണ്. ഞാൻ പറഞ്ഞല്ലോ 3 തന്തമാരും എന്തോ ഉഡായിപ്പായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും 3 കുറച്ചിനിപ്പോ പോയി ലാറി അവന്റെ ആ ഒരു ജോലി തുടങ്ങുകയാണ്. ആദ്യം തന്നെ ഡൈനോസറിന്റെ ആ ഒരു ശിലയുടെ അടുത്തേക്ക് എത്തുകയാണ്. നിനക്ക് നിന്റെ എല്ല് എറിഞ്ഞു തരണല്ലേ, അതിനുള്ള സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. അതിന്റെ ഒരു കഷ്ണം എല്ല് എടുക്കുകയാണ്. മാത്രമല്ല അതൊരു റിമോട്ട് കാറിൽ കെട്ടിവെച്ചുകൊണ്ട് ആ റിമോട്ട് കാറിനെ നമ്മുടെ ലാറി ഇപ്പോൾ നിയന്ത്രിക്കുകയാണ്. എന്തായാലും ആ ഒരു കാറ് എല്ലും കഷ്ണം വലിച്ചുകൊണ്ട് പോകും. അതിന്റെ പിന്നാലെ ഈ ഒരു ഡൈനോസറും പോകും. പിന്നെ വളരെ പുരാതനമായിട്ടുള്ള ആ ഒരു ട്രൈബ്സ് തീ തന്നെ എങ്ങനെ മര്യാദക്ക് ഉണ്ടാക്കാന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇവന്മാര് കുറെ നേരമായി കല്ലിട്ട് വരുത്തുന്നു. ഇവർക്ക് കൊണ്ടായിട്ട് ഒരു ലൈറ്റർ കൊടുക്കുകയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് കത്തിച്ചോ, എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നീട് കുറച്ച് ബൂമർ എടുത്തുകൊണ്ട് ആ ഒരു ശില്പം ഉണ്ടല്ലോ ഇതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആവശ്യത്തിന് ഇനി ചവച്ചെന്ന് പറഞ്ഞിട്ട് ഇതിനുശേഷം നേരെ പോകുന്നത് ആ ഒരു കൗബോയികൾ അതുപോലെ തന്നെ റോമൻ പടയാളികൾ ഇവരുടെ അടുത്തേക്കാണ്. നൈസായിട്ട് കൗബോയുടെ ആ ഒരു ലീഡർ അതുപോലെ തന്നെ ഈ റോമൻസിന്റെ ആ ഒരു രാജാവിനെ രണ്ടുപേരെയും തൂക്കിയെടുത്തൊരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് പറയാണ്, നിങ്ങൾ ഈ ഒരു മ്യൂസിയത്തിന്റെ ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ പോയിക്കോ, ഞാൻ നിങ്ങളെ പൂട്ടിയിടാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടില്ല, യുദ്ധം ചെയ്യില്ല എന്ന്. ഉറപ്പായിട്ടും പൂട്ടിയിടില്ലല്ലോ എന്നിപ്പോ ആ ഒരു കൗബോയി അതുപോലെ തന്നെ റോമൻ രാജാവും ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണം. എന്നാ പിന്നെ നമ്മൾ അടികൂടില്ല എന്ന് ലാരിക്ക് വാക്കും കൊടുക്കുക. ഇതിനുശേഷം നേരെ പോകുന്നത് ആ ഒരു സിംഹങ്ങള് ജീവികള് ഇതെല്ലാം ഉള്ള ആ ഒരു മുറി ഉണ്ടല്ലോ ആ ഭാഗത്തേക്കാണ്. ആ ഒരു മുറിയെല്ലാം പൂട്ടി പുറത്തേക്ക് വരുമ്പോഴേക്കും ലാറിയുടെ കീശയിൽ നിന്നും ആ ഒരു താക്കോല ആരെ അടിച്ചു മാറ്റിയിടാം ആ ഒരു കുരങ്ങൻ. എന്തോ ഇപ്രാവശ്യം അത് ചെയ്തില്ല തോന്നുന്നു. എന്തായാലും ലാറി കുരങ്ങനോട് ഉള്ളിലേക്ക് കയറി പോകാൻ പറയണം. അതൊരു കുഴപ്പമില്ലാതെ അനുസരണയോട് കൂടിയിട്ട് ഉള്ളിലേക്ക് കയറി പോവാണ്. ഇതിനുശേഷം ലാറി കീശയിൽ തപ്പി നോക്കുമ്പോൾ ചാവിയില്ല എന്ന് ലാറിക്ക് മനസ്സിലായപ്പോൾ ആ ഒരു കുരങ്ങൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചാവി എടുത്ത് അത് എന്റെ കയ്യിലുണ്ട് എന്ന് പറയാണ്. എന്നാൽ അത് പ്ലാസ്റ്റിക്കിന്റെ ചാവിയായിരുന്നു. ഇപ്പൊ ഒറിജിനൽ ചാവി അവന്റെ ഷർട്ടിന്റെ കീശയിൽ നിന്നെടുത്ത് ലാറി പറയണ്, ഇത്തവണ ഞാൻ നിന്നെ പറ്റിച്ചേ. എന്തായാലും കുരങ്ങനെയും മുഞ്ചിച്ചുകൊണ്ട് ലാറി പിന്നീട് നേരെ പോകുന്നത് ആ ഒരു മംഗോൾ ട്രൈബ്സ് ഉണ്ടല്ലോ ഇവരുടെ അടുത്തേക്കാണ്. ഇവരാണ് ഏറ്റവും ഡേഞ്ചർ. ഇവരൊന്നും നോക്കിയാക്കി എടുക്കൽ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു അണ്ണന്മാരെന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് പോകുമ്പോൾ ഇവർ ആദ്യം തന്നെ കോടാലി എടുക്കുകയാണ്. എന്നാൽ ഇവരെ പെട്ടെന്ന് വളക്കാനുള്ള ഒരു വിദ്യയും നമ്മുടെ ലാറിയുടെ കയ്യിലുണ്ടായിരുന്നു. ഇവൻ പെട്ടെന്ന് തന്നെ മാജിക്കുകൾ കാണിക്കാൻ തുടങ്ങുകയാണ്. മാജിക്കുകൾ ഈ രീതിയിൽ കാണിക്കുമ്പോൾ ഇവർ അതിൽ ഭയങ്കരമായിട്ട് അട്രാക്ട് ആവുന്നുണ്ട്. കാരണം ഇവരെ കുറിച്ച് പുസ്തകത്തിൽ നേരത്തെ തന്നെ ലാറി വായിച്ചിട്ടുണ്ട്. ഇവർക്ക് മായാജാലം മാന്ത്രികത വളരെ ഇഷ്ടമാണെന്ന്. അപ്പൊ ഇതുപോലെ മാജിക് കണ്ടപ്പോൾ ഇവനൊരു മന്ത്രവാദിയാണെന്ന് മംഗോൾ ട്രൈബ്സ് വിചാരിച്ചു. അതുകൊണ്ടാണ് വായം പൊളച്ച് അവരങ്ങനെ നോക്കിയെന്ന്. എന്നാൽ ഒരു മാജിക് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ലാറിയെ ഇവന്മാര് കൈയോടെ പൊക്കി. ഞങ്ങൾക്കിട്ട് മൂഞ്ചിക്കാൻ നോക്കുന്നു പറഞ്ഞിട്ട് 4 പേര് 4 ഭാഗത്ത് നിന്ന് നമ്മുടെ ലാറിയെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തൊക്കെയോ ശബ്ദവും ബഹളവും കേൾക്കുകയാണ്. നോക്കുമ്പോൾ എന്താ ഒരുപാട് ജീവികൾ ഇങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. ലാറി എങ്ങനെയൊക്കെയോ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇതെങ്ങനെയാ ഐറ്റങ്ങളുടെ ആ ഒരു വാതിൽ തുറന്ന് ഞാൻ പൂട്ടിയതാണല്ലോ. നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ കൊരങ്ങച്ചനുണ്ടല്ലോ ഇവൻ ആ ഒരു ചാവി എങ്ങനെയൊക്കെയോ ലാറിയുടെ കയ്യിൽ നിന്നും ശരിക്കും അടിച്ചു മാറ്റി. ഇപ്പൊ അങ്ങനെ ഉണ്ട്
എന്ന രീതിയിൽ ഇപ്പൊ ലാറി ആ ഒരു കുരങ്ങൻ നോക്കുകയാണ്. എന്തായാലും പിന്നീട് അടുത്ത അപകടം എന്തായിരിക്കും വെച്ചിട്ട് അവിടുന്ന് ഓടി പോകുമ്പോൾ തെന്നി അടിച്ച് വീഴുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നേരെ ആ ഒരു ശില്പത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇതിന്റെ വായിൽ വലിയൊരു ബൂമർ ഇട്ട് കൊടുത്തില്ലേ, ഇത് ചവച്ച് വെച്ച് ഊതി വീർപ്പിച്ച് അതിന്റെ കുമളെല്ലാം വന്ന് അതിന്റെ മുഖത്ത് തന്നെ പറ്റിപ്പിടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ഇതിനുശേഷം മറ്റേ റൂമിലേക്ക് പോയപ്പോൾ ആ ഒരു കൗബോയ് അതുപോലെ തന്നെ ആ ഒരു റോമൻ രാജാവ് രണ്ടുപേരും തമ്മിൽ പറഞ്ഞ വാക്കൊന്നും പാലിക്കാതെ പോലെ യുദ്ധമാണ്. ഇതെന്താടാ നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ ഇവന്മാർ രണ്ടുപേരും നമ്മുടെ ലാറിയെ നോക്കിയിട്ട് പറയാണ്, എന്റെ പൊന്നു മാഷെ, ഞങ്ങൾക്ക് തമ്മിൽ കണ്ട തല്ലാതിരിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ആവട്ടെ, ആദ്യം ആ ഒരു കുരങ്ങനെ പോയി പിടിച്ച് അവന്റെ കയ്യിൽ ആ ഒരു ചാവി മേടിക്കാന്ന് വെച്ചിട്ട് ലോറി ആ ഒരു കുരങ്ങന്റെ പിന്നാലെ ഓടുമ്പോൾ ദാണ്ടെ അടുത്ത കാഴ്ച കാണുന്നു. ആ ഒരു ഓൾഡ് ആയിട്ടുള്ള ട്രൈബ് ഉണ്ടല്ലോ, തീ പോലും ഉണ്ടാക്കാത്ത അറിയാത്ത ആൾക്കാർ, ഇവർക്ക് നമ്മുടെ ലാറി ലൈറ്റർ കൊടുത്തല്ലോ, ഇവന്മാർ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിച്ചിട്ട് ഒരുത്തന്നെ മൂട്ടിന് തീ പിടിച്ചിരിക്കുകയാണ്. ഇവനിത് എങ്ങനെ കെടുത്താണെന്ന് അറിയാതെ അവിടെ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാറി എങ്ങനെയൊക്കെ ഓടി പോയിട്ട് ആ ഒരു സിലിണ്ടർ എടുത്ത് അതിൽ ആ ഒരു പഞ്ഞി എല്ലാം എടുത്ത് അടിക്കുന്നുണ്ട് കേട്ടോ. തീയെല്ലാം കെട്ട് കഴിഞ്ഞു. ഇത് കെട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു പഞ്ഞി അല്ലെങ്കിൽ ആ ഒരു പതയെല്ലാം വാരിയിട്ട് ലാറിക്ക് നേരെ തന്നെ എറിയാണ് ഈ ഒരു ട്രൈബ്സ്. എന്തായാലും ഇതേ സമയത്തിന് ആ ഒരു കുരങ്ങച്ചന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവൻ ആ ഒരു താക്കോലം കണ്ട് അങ്ങനെ ഓടുകയാണേ. ഇതിന്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ജനലും ഈ ഒരു കുരങ്ങച്ചൻ തുറന്നു നോക്കുന്നുണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയോ ലാറി ഈ ഒരു കുരങ്ങനെ കണ്ടുപിടിക്കുകയാണ്. ഇവന്റെ കയ്യിൽ നിന്ന് ആ ഒരു താക്കോലും മേടിക്കുമ്പോൾ കുരങ്ങൻ എന്താ ചെയ്യുന്നത്, നമ്മുടെ ലാറിയുടെ മുഖത്തിന്റെ ഒരൊറ്റ അടി കൊടുക്കുകയാണ്. ലാറിയും തിരിച്ചു കൊടുത്തു, കുരങ്ങൻ വീണ്ടും തിരിച്ചു കൊടുത്തു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയായിട്ട് മാറുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു കുതിരപ്പട്ടാളക്കാരൻ വന്നിട്ട് പറയണേ, ഡാ ലാറി, ഇതുപോലൊന്നും ചെയ്യാൻ പാടില്ല, അത് മൃഗങ്ങളാണ്, ആ ബോധം ഇവനും വേണം. ഇപ്പൊ ആ ഒരു പട്ടാളക്കാരൻ വന്നിട്ട് ഈ കുരങ്ങനോട് താക്കോല് തരാൻ വേണ്ടി പറയണം. കൂളായിട്ട് ആ ഒരു കുരങ്ങൻ താക്കോല് കൊടുക്കണം. ഇതൊന്നും ഞാൻ പറഞ്ഞാൽ കേൾക്കൂലേ, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുവോ, എനിക്ക് ഈ പണിയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെയുള്ള അവന്റെ സാധനങ്ങൾ കെട്ടിപ്പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ കുരങ്ങച്ചൻ തുറന്നു വെച്ച ആ ഒരു ജനലിന്റെ ഉള്ളിലൂടെ ആ ഒരു ട്രൈബ് ഉണ്ടല്ലോ, അതിലൊരുത്തൻ പതിയെ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കുറച്ച് ആളുകൾ ഈ തെരുവിൽ നിന്ന് തീ കത്തിക്കുന്നുണ്ടായിരുന്നു. ആ തീ കണ്ടിട്ടാണ് ഇയാൾ അങ്ങോട്ടേക്ക് പോയത്. അതുപോലെ ലാറി ഈ ഒരു ജോലിയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ പോകാൻ നിൽക്കുമ്പോൾ മറ്റേ ആ ഒരു പട്ടാളക്കാരൻ പറയാണ്, പ്ലീസ് ദയവ് ചെയ്ത് നീ ഇവിടുന്ന് പോകരുത്, ഇങ്ങനെ പേടിത്തോടനെ ആവരുത്. ഇതേ സമയത്ത് തന്നെ ഈ പട്ടാളക്കാരനോട് നമ്മുടെ ലാറി പറയാണ്, ആ ചില്ലുകൂട്ട് കിടക്കുന്ന പെണ്ണുണ്ടല്ലോ സക്കാജാവിയ, അവളോട് നിങ്ങൾക്കൊരു കൃഷി ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ആ കാര്യം ആദ്യം പോയിട്ട് ധൈര്യമായിട്ട് തുറന്നു പറ, എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ വന്നാൽ മതി. ഇതും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലാറി പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൊളംബസ് ഉണ്ടല്ലോ, കൊളംബസ് പറയണ, ഡാ ഒരുത്തൻ പുറത്തേക്ക് പോയിട്ടുണ്ട്, പോയി നോക്കി വെക്കുന്നത്. ഈ സമയത്താണ് ലാറി പുറത്തേക്ക് നോക്കുന്നത്. ഒരുത്തൻ, അതായത് ആ ഒരു ട്രൈബ് പുറത്തേക്ക് പോയ കാര്യം ലാറി അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ പ്രശ്നം അതൊന്നുമല്ല, സൂര്യൻ ഉദിക്കാനായിട്ടുണ്ട്. എല്ലാവരും പഴയ ആ ഒരു പൊസിഷനിലേക്ക് തന്നെ പോയി നിൽക്കുമ്പോൾ ഇയാൾ മാത്രം പുറത്തായിരുന്നു. സൂര്യന്റെ ആ ഒരു വെളിച്ചം ഇതിന്റെ മേത്ത് തട്ടിയതും അത് പെട്ടെന്ന് തന്നെ ചാരമായി മാറി മണ്ണോട് മണ്ണായിട്ട് അലിഞ്ഞു ചേരുകയാണ്. ഇത് നമ്മുടെ ലാറിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. പിന്നെ ആ ഒരു ശോകത്തിൽ ലാറി നേരെ മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ഒരു സോൾജിയർ ആണെങ്കിൽ പഴയതുപോലെ തന്നെ മെഴുക് പ്രതിമയായി മാറിയിട്ടുണ്ട്. ഇയാളുടെ കയ്യിലാണ് ഇപ്പോഴും ആ ഒരു താക്കോലുള്ളത്. ആ താക്കോല് പതിയെ ലാറി മേടിക്കുകയാണ്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ ഈ ഒരു മ്യൂസിയത്തിന്റെ മാനേജർ വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കാണുകയാണ്. അതായത് ആ കൂട്ടിൽ വെച്ച ഒരു ട്രൈബിന്റെ ശില കാണാനില്ല. ഇതേ സമയത്ത് തന്നെയാണ് ലാറിയുടെ മകനായിട്ടുള്ള നിക്ക് അവന്റെ രണ്ട് കൂട്ടുകാരുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. എന്റെ അച്ഛൻ ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡാണ്, നിങ്ങൾക്ക് അച്ഛൻ തന്നെ നേരിട്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ടാണ് നിക്ക് രണ്ട് കൂട്ടുകാരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്, ലാറിക്ക് നല്ല ചീത്ത കേട്ടോണ്ടിരിക്കുകയാണ്. ആരുടെ കയ്യിൽ നിന്ന്, മാനേജറുടെ കയ്യിൽ നിന്ന്. കാരണം അവിടെ വെച്ചിരുന്ന ശിലകളിൽ ഒരെണ്ണം കാണാനില്ല. ഇതും പറഞ്ഞ് വല്ലാതെ ചീത്ത കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് കേട്ട സമയത്ത് നമ്മുടെ നിക്കിന്റെ കൂട്ടുകാർ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല നിക്കിന്റെ കൂട്ടുകാർ പറയണേ, ഞങ്ങൾ പോവാ, ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോ ഞങ്ങൾക്കും പെടകിട്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നിക്കിനെ നാണം കെടുത്തിക്കൊണ്ട് ആ രണ്ട് കൂട്ടുകാർ അവിടെ നിന്ന് പോവാണ്. നിക്കിനും ഭയങ്കരമായിട്ട് സങ്കടമാവുകയാണ്. എന്നാൽ ഇവർ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ലാറി കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാനേജറോട് ഒരവസരം കൂടെ ചോദിക്കുകയാണ്. സോ നമ്മുടെ ലാറിയുടെ ആ ഒരു ജോലി പോയില്ല. എന്തായാലും ഇതിനുശേഷം ലാറി വീട്ടിലേക്ക് വരുമ്പോൾ മകനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്. കൂട്ടുകാരുടെ മുന്നിൽ ഇതുപോലെ നാണം കെട്ടുപോയില്ലേ, അപ്പൊ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛന്റെ ജോലി പോയില്ലേ, ഞാൻ ആകെ നാണം കെട്ടുപോയി, സംഭവങ്ങളൊക്കെ പറയണം. ഇപ്പൊ ലാറി പറയണം, നീ പേടിക്കണ്ടോ, നീ വൈകുന്നേരം വാ, ഞാൻ മ്യൂസിയത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിനക്ക് കാണിച്ചു തരാം, നീ എന്തായാലും ഹാപ്പി ആവും. അങ്ങനെ ലാറി മകനെയും കൂട്ടി വൈകുന്നേരം മ്യൂസിയത്തിലേക്ക് എത്തുകയാണ്. കാരണം നൈറ്റ് ഡ്യൂട്ടി ആണല്ലോ. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന കാഴ്ചക്കാരൊക്കെ പതിയെ പോയി തുടങ്ങി. ഇനി ആരെങ്കിലും ഇവിടെ ഉണ്ടോന്ന് ലാറി ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരാൾ കൂടെ ബാക്കിയുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ റബേക്ക തന്നെ. റബേക്ക ആ ഒരു പെൺകുട്ടിയുടെ ശിലയുണ്ടല്ലോ സക്കാജാവിയ, അവളുടെ ആ ഒരു ശിലയിൽ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ലാറി എന്താ കാര്യം ചോദിക്കുമ്പോൾ അത് പിന്നെ ഒന്നുമില്ലല്ലോ, ഇവളെ കുറിച്ചുള്ള റിസർച്ച് ഞാൻ കുറെ ആയിട്ട് ചെയ്യുന്നു, കൂടുതലൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ഞാൻ തൽക്കാലം ഈ ഒരു പരിപാടി, ഈ റിസർച്ച് ഇവിടെ ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ ലാറി പറയണ, നീ ഡ്രോപ്പ് ചെയ്യണ്ട, രാത്രി ഇവിടെ നിൽക്ക്, രാത്രി ആകുമ്പോൾ ഇവിടെയുള്ള എല്ലാ പ്രതിമകൾക്കും ജീവൻ വെക്കും, അപ്പൊ നീ നേരിട്ട് തന്നെ സക്കാജാവിയോട് കാര്യങ്ങൾ ചോദിച്ചോ. ഇതെല്ലാം കേട്ടിട്ട് റബേക്ക ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് റബേക്ക പറയാണ്, ലാറി പോയിട്ട് ആദ്യം ഒരു ഡോക്ടറെ കാണിക്കുക. ഇതും പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ട് റബേക്ക പോവാണ്. അല്ലാതെ റബേക്ക എന്ത് ചെയ്യാനാ, ഇതുപോലൊരു കാര്യം പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ. എന്തായാലും അവള് പോയി. രാത്രി ഇപ്പോൾ ലാറിയും അതുപോലെ തന്നെ നിക്കും മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവിടെ തന്നെ ആ ഒരു ഡൈനോസറിന്റെ ശിലയുണ്ടല്ലോ, ഇത് നോക്കിയിട്ട്
നോക്കിയിട്ട് ലാറി മകനോട് പറയാണ്, നിക്കേ നോക്കിക്കോ, അച്ഛൻ 1 മുതൽ 3 വരെ എണ്ണുമ്പോഴേക്കും അതിന് ജീവൻ വെക്കും. 1, 2, 3, 4, 5 ഇതിങ്ങനെ എണ്ണിപ്പോവല്ലാതെ ഈ ഒരു അസ്ഥി കൂടെ അനങ്ങുന്നില്ല. അതിനും അല്ലെങ്കിൽ അവിടെയുള്ള യാതൊരു ശിലകൾക്കും രാത്രിയായിട്ടും ജീവൻ വെക്കുന്നില്ല. ഒന്ന് പോയ അച്ഛ അവിടുന്ന്, വെറുതെ എന്നെ പറ്റിക്കാനെന്ന് പറഞ്ഞിട്ട് നിക്കിങ്ങനെ പറയുമ്പോൾ ലാറി പറയണേ, ഏയ് അങ്ങനെയൊന്നല്ല മോനെ, വാ നമുക്ക് ആ ഒരു എന്താ പറയാ ഈജിപ്തിലെ വസ്തുക്കൾ വെച്ച് ആ ഒരു അറയിലേക്ക് പോയി നോക്കാം. അവിടെയുള്ള ഒരു മാന്ത്രിക കല്ലാണ് ഇതിനൊക്കെ ജീവൻ കൊടുക്കുന്നതെന്ന് പറയാണ്. നേരെ ഇപ്പൊ ലാറി നിക്കും കൂടെ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ ആ ഒരു മാന്ത്രിക കല്ല് ഇപ്പൊ നിലവിൽ അവിടെ ഇല്ല. എന്നാൽ ഇത് മോഷണം പോയ കാര്യം ഇവിടുത്തെ സത്യാവസ്ഥയൊന്നും നമ്മുടെ നിക്കിനെ അറിയില്ലല്ലോ. അവൻ അച്ഛൻ പറ്റിക്കുകയാണെന്ന് കരുതിയിട്ട് അച്ഛനോട് പിണങ്ങിയിട്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ പോവാണ്. അവന്റെ പിന്നാലെ തന്നെ ലാറിയും ചെല്ലാണ്, മോനെ നിക്ക്, അച്ഛൻ സത്യം പറഞ്ഞതാ എന്നിങ്ങനെ പോകുന്ന സമയത്താണ് സ്റ്റോർ റൂമിൽ നിന്നും എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേൾക്കുന്നത്. നിഴലും കാണുന്നുണ്ട്. ലാറിയും മകനും കൂടെ നേരെ സ്റ്റോർ റൂമിലേക്ക് പോയി നോക്കിയപ്പോ ദാണ്ടെ ആ 3 തന്തമാരും അവിടെ നിൽക്കുന്നുണ്ട്. ഇവന്മാരാണ് ആ ഒരു കല്ല് അടിച്ചു മാറ്റിയത്. സത്യം പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു ഇവരുടെ ആ ഒരു പദ്ധതി. അതായത് നേരത്തെ തന്നെ ഇവരൊരു കള്ളത്താക്കോൽ ഉണ്ടാക്കാനായിട്ടുള്ള പദ്ധതി ഉണ്ടാക്കിയതല്ലേ. അതായത് ലാറിയുടെ കയ്യിൽ ആ ഒരു താക്കോൽ എടുത്തുകൊണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉണ്ടാക്കാനായിട്ടുള്ള സോപ്പിലൊക്കെ ഇങ്ങനെ വെച്ചത് ഓർമ്മയില്ലേ. എന്തായാലും കാര്യം എന്താണെന്ന് ലാറിക്ക് മനസ്സിലായി. ഇവരുടെ ലക്ഷ്യം ആ ഒരു മാന്ത്രിക കല്ലും അതിലുള്ള ഒരു സ്വർണ്ണമാണ്. അതുകൊണ്ട് തന്നെ ലാറി മകനോട് പറയാണ്, ഇത് ഇവർ മോഷ്ടിക്കാൻ നോക്കണം മോനെ, അതെടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഓടിക്കാൻ, മാത്രമല്ല അതിന്റെ നടുവിലുള്ള ആ ഒരു കല്ല് തിരിക്കാനും പറയാണ്. പെട്ടെന്ന് തന്നെ ലാറിയുടെ മകൻ അതായത് നിക്ക് നടുവിൽ ആ ഒരു കല്ല് തിരിക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ അതിലൊരു പ്രകാശം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ശിലകൾക്കും പ്രതിമകൾക്കും എല്ലാത്തിനും ജീവൻ വെക്കുകയാണ്. എന്നാൽ ലാറിയുടെ മകൻ അത് വെച്ച് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവന്റെ പിന്നാലെ തന്നെ ഒരു അപ്പൂപ്പൻ പോവാണ്. ഈ അപ്പൂപ്പനെ നമ്മുടെ ലാറി പിടിക്കുന്നുണ്ട്. മാത്രമല്ല അതിലൊരു അപ്പൂപ്പൻ അതായത് മെയിൻ ആയിട്ടുള്ള ആള് നമ്മുടെ ലാറിക്കിട്ട് ഒരു അടി കൊടുക്കുമ്പോൾ ലാറി തെറിച്ചു പോയി വീഴാണ്. ഈ പ്രായത്തിലും ഇയാൾക്ക് എന്താ ഒരു ഇത് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. എന്നാ സത്യം അതല്ല. ഈ ഒരു കല്ലിന്റെ ശക്തി ഈ 3 അപ്പൂപ്പന്മാർക്കും കിട്ടിയിട്ടുണ്ട്. കാരണം ബാക്കിയുള്ള ജീവനുകൾക്ക് എങ്ങനെയാണോ ഇതുകൊണ്ട് ശക്തി കിട്ടുന്നത്, അതുപോലെ തന്നെ ഈ അപ്പൂപ്പന്മാർക്കും ഈ ഒരു കല്ലിന്റെ ആ ഒരു ശക്തി കാരണം യൗവനം രാത്രി കാലങ്ങളിൽ കിട്ടുന്നുണ്ട്. എന്നാ ഇതുപോലെ ഈ ഒരു മ്യൂസിയം നഷ്ടത്തിലായതുകൊണ്ട് തന്നെ 3 പേരെ ഇവിടുന്ന് പിരിച്ചു വിടുകയാണല്ലോ. അതുകൊണ്ട് ഇവർക്ക് ആ ഒരു കല്ല് കിട്ടിയേ മതിയാവുള്ളൂ. അപ്പൊ ആ ഒരു കല്ല് അടിച്ചു മാറ്റാൻ വേണ്ടി തന്നെയാണ് നിന്നെപ്പോലൊരു മണ്ടനെ മന്ദബുദ്ധിയെ നമ്മൾ ഇവിടെ ആക്കിയത്. അല്ലാതെ നിനക്ക് വേറെ കഴിവുണ്ടായിട്ടൊന്നുമല്ല. അപ്പൊ ഇത് തന്നെയായിരുന്നു നമ്മുടെ അപ്പൂപ്പന്മാരുടെ പദ്ധതിയും. എന്തായാലും നമ്മുടെ ലാറിയുടെ മകൻ നിക്ക് ആ ഒരു കല്ല് കൊണ്ട് പോയെങ്കിലും രക്ഷപ്പെട്ട് ഓടാൻ നോക്കിയെങ്കിലും ഇതിലൊരു അപ്പൂപ്പൻ അവനെ പിടിക്കുകയാണ്. മാത്രമല്ല ഇവർ 2 പേരെയും ആ ഒരു ഈജിപ്തിലെ സാധനങ്ങൾ കൊണ്ടുവച്ച അറയുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ വെച്ച് പൂട്ടിയിട്ട് എന്നാ അപ്പൂപ്പന്മാര് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ ഒരു മാന്ത്രിക കല്ലുമായിട്ട് 3 എണ്ണം ഇവിടുന്ന് പോവാണ്. മാത്രമല്ല പോകുന്ന വഴിയിൽ ഈ ഒരു മ്യൂസിയത്തിന്റെ ഗേറ്റും തുറന്നിച്ചാ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ ജീവികളും അതായത് ശിലകൾക്ക് ജീവൻ വെച്ചില്ലേ ഇവറ്റകളെല്ലാം കൂടി പുറത്തേക്ക് പോവാണ്. എന്നാൽ ഇവറ്റകളെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ ലാറിക്ക് ഇപ്പൊ പറ്റുമോ? അവനാണെങ്കിൽ ആ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ആ ഒരു കുതിരക്കാരൻ സോൾജിയർ ഉണ്ടല്ലോ ഇയാൾ അതിലൂടെ പോകുമ്പോൾ ഇയാളോടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പോൾ ഇയാൾ ഭയങ്കര സങ്കടത്തിലാണ്. നേരത്തെ ലാറി ഒരു കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ധൈര്യമില്ല ആ സക്കാജാവിയോട് നിങ്ങളുടെ പ്രണയം തുറന്നു പറയാനായിട്ട്. അപ്പൊ ആ ഒരു ദേഷ്യം സങ്കടമൊക്കെ ഇയാളുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ ഒരു പട്ടാളക്കാരൻ പറയാണ്, നീ വേണമെങ്കിൽ നിന്റെ കാര്യം നീ തന്നെ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾ കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോവാണ്. ഇതേ സമയത്താണ് ലാറി മറ്റൊരു കാര്യം കാണുന്നത്. അതായത് ഈ കല്ലിന്റെ എഫക്ട് കാരണം അതേ റൂമിൽ തന്നെ ഉണ്ടായിരുന്ന ആ ഫറോവയുടെ ആ ഒരു ശവപ്പെട്ടി ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു മമ്മിക്ക് ജീവൻ വെച്ചിരിക്കുകയാണ്. അപ്പോ ഇവിടെ വെച്ച് ഒരു ഐഡിയ ഉപയോഗിക്കാൻ വേണ്ടി ലാറി തീരുമാനിക്കുകയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആ മമ്മിയെ തുറന്നു വിട്ട് അതിനോട് തന്നെ സഹായം ചോദിക്കാന്ന് കരുതാണ്. നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ തന്നെ 2 കാവൽക്കാരുണ്ടായിരുന്നു. വലിയ ശിലകളാണ്. ഇവറ്റകൾ ലാറി ആക്രമിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഇടയിലൂടെ എങ്ങനെയൊക്കെയോ ലാറി ആ ഒരു മമ്മിയുടെ അടുത്തേക്ക് എത്തുകയാണ്. ആ ഒരു പെട്ടി തുറന്നു കൊടുക്കുകയാണ്. മാത്രമല്ല അതിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു മമ്മി പുറത്തേക്ക് വരുന്നുണ്ട്. വന്ന പാട് തന്നെ ലാറി മമ്മിയോട് പറയാണ്, ഞാനാണ് നിന്നെ രക്ഷപ്പെടുത്തിയത്, ദയവ് ചെയ്തിട്ട് നിന്റെ കാവൽക്കാരോട് എന്നൊന്നും ചെയ്യല്ലേ എന്ന് പറ. എന്തായാലും ഇപ്പൊ ആ ഒരു മമ്മി കാവൽക്കാരോട് ഒന്നും ചെയ്യണ്ടെന്ന് പറയണം. മാത്രമല്ല അതിന്റെ മുഖത്തെ ആ ഒരു തുണിയെല്ലാം അഴിച്ചു മാറ്റുകയാണ്. നോക്കുമ്പോൾ നല്ല യുവാവായിട്ടുള്ള ഒരു മമ്മി. അപ്പൊ ഈ മമ്മിയുടെ കാര്യങ്ങളൊക്കെ ലാരി പറയാണ്, ഈ റൂമിൽ ഉണ്ടായിരുന്ന നിങ്ങളുടെ ആ ഒരു മാന്ത്രിക കല്ല് 2 3 അപ്പാപ്പന്മാരെ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും നമുക്കത് തിരിച്ചു പിടിക്കണം. പക്ഷേ വാതിലിൽ ലോക്ക, നമ്മൾ എങ്ങനെ തുറന്ന് പുറത്തേക്ക് എടുക്കും? അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരു ചവിട്ട് കണ്ട് തന്നെ വാതിൽ തെറിച്ചു പോവാണ്. ഇതിനുശേഷം ലാറി പുറത്തേക്ക് വരുമ്പോൾ ദാണ്ടെ വരുന്നു അടുത്ത ടീംസ്. അതായത് ആ ഒരു മംഗോൾ ട്രൈബ്സ് ആണെങ്കിൽ നമ്മുടെ ലാറിയെ കണ്ടു കിട്ടാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ കൊല വിളിച്ചുകൊണ്ട് അവന്മാർ ഓടി വരുന്ന സമയത്ത് ലാറിയുടെ കൂടെ തന്നെ ആ ഒരു മമ്മി ഉണ്ടല്ലോ, മമ്മി പറയാണ്, എനിക്ക് ഇവരുടെ ഭാഷയല്ല എല്ലാ ഭാഷയും അറിയാം, ഞാൻ നിങ്ങളെ സംസാരിക്കാൻ വേണ്ടി സഹായിക്കാന്ന് പറയാണ്. സോ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. മാത്രമല്ല അവസാനം ഈ ഒരു മംഗോൾ ട്രൈബ്സിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ലാരി അവസാനം കരയിപ്പിക്കുകയാണ്. സോ ഭയങ്കര സെന്റിമെന്റൽ ആയിട്ട് തന്നെ ഈ ഒരു മംഗോൾ ട്രൈബ് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതിനുശേഷം മെയിൻ ഹാളിലേക്ക് വന്നു നോക്കുമ്പോൾ ആകെ അലങ്കോലാണ്. എല്ലാത്തിനും ജീവൻ വന്ന് അറഞ്ചം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്കോലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലാറി ഉറക്കന് വിളിച്ചു പോകുന്നുണ്ട്, ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേക്കടോ. ഒരാളും കേൾക്കുന്നില്ല. ഇതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വലിയ തലയുടെ ശില്പം ഉണ്ടല്ലോ, ഇത് സമാധാനിക്കൂ എന്ന് പറയുമ്പോൾ എല്ലാവരും അടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും മുകളിലേക്ക് നോക്കുമ്പോൾ ലാറി വന്ന് നിൽക്കുന്നുണ്ട്. ലാറി കാര്യങ്ങളൊക്കെ പറയാണ്, നിങ്ങൾക്ക് ജീവൻ തന്ന ആ ഒരു മാന്ത്രിക കല്ല് ആരോ മോഷ്ടിച്ചിട്ടുണ്ട്, അവരെ പിടിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? ആദ്യം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം പട്ടാളക്കാരോട് വലത്തോട്ട് പോകാൻ പറയാണ്. മാത്രമല്ല ഇടത്തോട്ട് പോകാനായിട്ട് കൊളംബസ് അതുപോലെ തന്നെ ആ ഒരു ട്രൈബ്സ് ഇവരെ ഏൽപ്പിക്കുകയാണ്. ഇനി മുന്നോട്ടേക്ക് പോകണം. മുന്നോട്ടേക്ക് പോകാൻ ഏൽപ്പിക്കുന്നത്
നമ്മുടെ കുഞ്ഞാപ്പികളായിട്ടുള്ള കൗബോയ്സ് അതുപോലെ തന്നെ ആ ഒരു റോമൻ പടയാളികൾ ഇവരോടാണ്. ആദ്യം ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ജോലി ചെയ്യാനൊന്നും സമ്മതിക്കുന്നില്ല. പക്ഷേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരും പറഞ്ഞ പണിയെടുക്കുകയാണ്. ആദ്യം തന്നെ ആ ഒരു ഹൈറ്റ് ഇല്ലാത്ത അപ്പാപ്പനെ ഈ സോൾജേഴ്സ് പോയിട്ട് പിടിക്കുകയാണ്. മാത്രമല്ല മറ്റൊരു ഭാഗത്തോട് ചെന്നിട്ട് ആ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള അപ്പൂപ്പനുണ്ടല്ലോ മൂപ്പരെ ഈ ഒരു കൊളംബസും അതുപോലെ തന്നെ ട്രൈബ്സും ചെന്ന് പിടിക്കുകയാണ്. പിന്നെ മറ്റേ മെയിൻ ആയിട്ടുള്ള അപ്പാപ്പൻ ഇയാൾ നേരെ മുറ്റത്തേക്കാണ് ഓടുന്നത് വാഹനത്തിന്റെ അടുത്തേക്ക്. എന്നാൽ ഓൾറെഡി അങ്ങോട്ടേക്ക് മറ്റേ ടീം എത്തിയിട്ടുണ്ട്. ആരാണ്? നമ്മുടെ കൗബോയ് അതുപോലെ തന്നെ റോമക്കാരൻ. അപ്പൊ ഇവര് നേരെ അയാൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആ ഒരു വാനിന്റെ അടുത്തേക്കാണ് വരുന്നത്. ഇവരെത്തിയ പാട് തന്നെ ഈ വാനിയുടെ ടയറിലെ കാറ്റൂരി വിടുകയാണ്. എന്നാൽ ഇത്തിരി പോകുന്ന ഈ കുഞ്ഞന്മാർക്ക് ഇതിന്ന് വരുന്ന കാറ്റ് വലിയ ഫോഴ്സ് ആയിരിക്കുമല്ലോ. ആ ഒരു കുന്തം വെച്ച് ഇത് കുത്തിയിട്ട് ഇത്ത കാറ്റ് കളയുമ്പോൾ പകുതി പേരൊക്കെ പറന്നു പോകുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കൗബോയുടെ ലീഡറും അതുപോലെ തന്നെ ആ ഒരു റോമൻ രാജാവ് ഇവർ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ശക്തിയായിട്ട് കുത്തിപ്പിടിക്കുകയാണ്. അപ്പൊ റോമൻ രാജാവ് പറയുന്നുണ്ട്, ഈ ജീവൻ മരണ പോരാട്ടത്തിൽ നീ എന്റെ കൂടെ നിന്നില്ലേ, നീയാടാ എന്റെ ചങ്ങാതി, നീയാടാ എന്റെ ചങ്ക് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചങ്ങാത്താവാണ്. അപ്പൊ കൗബോയ് പറയാണ്, ചങ്കും നമുക്ക് പിന്നെ ആകാം, ആദ്യം ഇത് അമർത്തി പിടിക്കടേ എന്ന് പറഞ്ഞിട്ട് പരമാവധി ആ ഒരു വാനിന്റെ കാറ്റ് ഇവരെ അഴിച്ചു വിട്ട് കളയാണ്. ഇപ്പൊ ആ ഒരു മെയിൻ അപ്പാപ്പൻ ബാക്കിയുള്ള രണ്ടുപേരെ നോക്കി നടക്കുമ്പോൾ ഇവന്മാരെ കാണാനില്ല. എവിടെയും പോയി തൊലയട്ടെ, എനിക്ക് രക്ഷപ്പെടാം ആദ്യം എന്ന് പറഞ്ഞിട്ട് ഇയാൾ നേരെ പോയിട്ട് ആ ഒരു വാനിൽ കയറുകയാണ്. ഓൾറെഡി ഇതിന്റെ കാറ്റ് നമ്മുടെ കുഞ്ഞാപ്പികൾ അഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. ഈ വാനുമായിട്ടാണ് ഈ മെയിൻ അപ്പാപ്പൻ ഇവിടുന്ന് രക്ഷപ്പെടുന്നത്. ഇയാൾ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം ലാറി അറിഞ്ഞു. അതുപോലെ തന്നെ ലാറിയും ആ ഒരു സോൾജറും എല്ലാവരും കൂടെ പുറത്തേക്ക് വരികയാണ്. ഇനിയിപ്പോ എങ്ങനെയാണ് ആ ഒരു മെയിൻ അപ്പാപ്പനെ കണ്ടുപിടിക്കുക? ഒരു വഴിയുണ്ട്, സക്കാജാവിയ. ഏതൊരു കാര്യത്തെയും വഴി നോക്കി കണ്ടുപിടിക്കാൻ ശേഷിയുള്ള അങ്ങനെ ഒരു ടാലന്റ് ഉള്ള ആളാണ് സക്കാജാവിയ. അതുകൊണ്ട് തന്നെ നേരെ അവളുടെ ചില്ലുകൂട്ടിന്റെ അടുത്തേക്ക് എത്തുകയാണ്. ചില്ല് എറിഞ്ഞു പൊളിക്കുന്നുണ്ട്. എന്നിട്ട് അവളെ നേരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ടയറിന്റെ പാടും പോയ ദിശയും ഇതെല്ലാം വെച്ച് നോക്കിയിട്ട് പറയാണ്, അധിക ദൂരം ഇയാൾ പോയിട്ടുണ്ടാവില്ല. ദാ ഈ കാണുന്ന ദിശയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇത്ര സ്ഥലം കഴിയുമ്പോൾ ആ ഒരു വാഹനം ആക്സിഡന്റ് ആയിട്ടുണ്ടാവും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതിൽ നിന്നും അപകടം സംഭവിച്ച ആ ഒരു മെയിൻ അപ്പാപ്പൻ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടല്ലോ. അതെന്തിനായിരിക്കും? ഇവരിപ്പോ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വലിയ വാതിൽ തുറക്കുകയാണ്. അതിന്റെ ഉള്ളിൽ ഒരു കുതിരവണ്ടി ഉണ്ടായിരുന്നു. ഈ കുതിരവണ്ടി എടുക്കാനാണ് ഈ മെയിൻ അപ്പാപ്പൻ വണ്ടി അപകടത്തിലായപ്പോൾ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ ആ ഒരു കുതിരയുമായിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങണം. തൊട്ട് മുന്നിൽ തന്നെ ആരുണ്ട്? സക്കാജാവിയുണ്ട്. അവളുടെ മേത്തേക്ക് ഈ ഒരു കുതിരവണ്ടി ഇപ്പൊ കയറാൻ നിൽക്കുമ്പോൾ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന നമ്മുടെ കുതിരക്കാരും പട്ടാളക്കാരുണ്ടല്ലോ, ഇയാള് വന്നിട്ട് സക്കാജാവിയെ രക്ഷപ്പെടുത്തണം. എന്നാൽ ഇയാളുടെ നെഞ്ചത്തുകൂടിയാണ് ഇപ്പൊ ആ ഒരു അപ്പാപ്പന്റെ കുതിരവണ്ടി പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ മെഴുക പ്രതിമയായിട്ടുള്ള ഈ പട്ടാളക്കാരന്റെ ശരീരം രണ്ടായിട്ട് മുറിഞ്ഞു പോവാണ്. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും ആ ഒരു അപ്പാപ്പനെ പിടിച്ചല്ലേ മതിയാവുള്ളൂ. അതുകൊണ്ട് ലാറി ഈ ഒരു പട്ടാളക്കാരൻ ഇയാളുടെ കുതിര അവിടെ വെറുതെ നിൽക്കുകയാണ്. അതിന് എടുത്തോട്ടോ എന്ന് സമ്മതം ചോദിക്കുന്നുണ്ട്. എടുത്തോ എന്ന് പറയാണ്. പിന്നീട് ആ ഒരു കുതിരനെ എടുത്തുകൊണ്ട് ലാറി നേരെ ഈ മെയിൻ അപ്പാപ്പന്റെ പിറകാലെ വെച്ച് പിടിക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ കൗബോയ് അതുപോലെ ആ ഒരു റോമൻ സോൾജർ ഇവർ രണ്ടുപേരും ലാറി നേരത്തെ ആ ഒരു ഡൈനോസറിനിട്ട് പണി കൊടുക്കാനായിട്ട് ചെറിയൊരു റിമോട്ട് കാർ എടുത്തിരുന്നില്ലേ, ഇതിലേക്ക് കയറിയിരുന്ന് ഇവർ ഇതും വെച്ച് ഡ്രൈവ് ചെയ്ത് പോവാണ്. ഇതിന്റെ പിന്നിൽ എന്തുണ്ട്? ഡൈനോസറിന്റെ ആ ഒരു എല്ലും കഷ്ണുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നാലെ ആര് വരും? ആ ഒരു ഡൈനോസർ വരും. ഇതിന്റെ പുറത്ത് ആരുണ്ട്? നമ്മുടെ നിക്കു ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു മമ്മിയുണ്ട്. സോ ഇത്രയും ആൾക്കാരാണ് ഈ മെയിൻ അപ്പാപ്പന്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു കൗബോയ് റോമൻ രണ്ടുപേരെയും നോക്കുകയാണെങ്കിൽ രണ്ടുപേരും നല്ല ആട്ടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ടാണ് വണ്ടി കൊണ്ട് പോകുന്നത് കേട്ടോ. എന്നാൽ ഈ പോക്ക് അധിക നേരം ഉണ്ടായിരുന്നില്ല, വണ്ടി അപകടത്തിലാവുകയാണ്. ഈ കാര്യം ലാറി കാണുന്നുണ്ട്. എന്നാൽ അവരിപ്പോ നോക്കാൻ പോയാൽ ആ മെയിൻ അപ്പാപ്പൻ കല്ലുകൊണ്ട് രക്ഷപ്പെടും, അത് കിട്ടില്ല പിന്നെ. സോ ഒന്നും നോക്കാതെ ലാറി ഇപ്പോൾ ആ ഒരു കുതിരവണ്ടിയുടെ പിന്നാലെ തന്നെ വെച്ച് പിടിക്കുകയാണ്. മാത്രമല്ല അപ്പാപ്പനോട് മര്യാദക്ക് ആ ഒരു കല്ല് തിരിച്ചു തരാനും പറയുന്നുണ്ട്. ഇപ്പൊ അപ്പാപ്പൻ അവനെ നോക്കിയിട്ട് സൗകര്യം ഇല്ലടാന്ന് പറയുമ്പോൾ തൊട്ട് മുന്നിലുണ്ടായിരുന്ന ചുമര് ഇയാൾ കണ്ടില്ല. സോ പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ കുതിരേന്റെ ബ്രേക്ക്, അതായത് ആ ഒരു കയറ് പിടിച്ചൊരൊറ്റ വലിയാണ്. കുതിര സ്പോട്ടിൽ വണ്ടി നിർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അപ്പാപ്പൻ തെറിച്ചു പോയി മുന്നിൽ വീഴുന്നുണ്ട്. ഇയാളുടെ കയ്യിൽ ആ ഒരു സമയത്ത് കല്ലുണ്ടായിരുന്നു. നേരെ അങ്ങോട്ടേക്ക് വന്ന ലാറി ഇപ്പോൾ ഈ അപ്പാപ്പന് തൂക്കിയെടുക്കുകയാണ്. മാത്രമല്ല അങ്ങോട്ടേക്ക് ഇപ്പോൾ ആ ഒരു മമ്മിയും നിക്കും വന്നിട്ടുണ്ട്. മമ്മിയുടെ കയ്യിലേക്ക് ഈ ഒരു കല്ല് ഇപ്പോൾ ലാറി വെച്ചു കൊടുക്കുകയാണ്. ഇത് നിങ്ങളുടെയാണ്, നിങ്ങൾ തന്നെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ അറയിൽ വെക്കുന്ന പറയും. അതുപോലെ ഈ കല്ല് ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് പോയ എല്ലാ ജീവികളെയും ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുമെന്ന് ഈ മമ്മിയോട് ചോദിക്കുമ്പോൾ അതിനെന്താ അത് പറ്റുന്ന പറയാണ്. മമ്മി എന്തോ ഒരു മന്ത്രം ചൊല്ലുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ജീവികളും പഴയതുപോലെ ആ ഒരു മ്യൂസിയത്തിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ഇതേ സമയത്തിന് അങ്ങോട്ടേക്ക് വന്ന ആ ഒരു മംഗോൾ ട്രൈബ്സ്, ഈ മംഗോൾ ട്രൈബ്സ് 3 അപ്പൂപ്പന്മാരെയും കൈയോടെ പൊക്കുന്നുണ്ട്. അപ്പൊ ലാറി ഇവരോടൊരു കാര്യം പറയുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി, ഉപദ്രവിക്കൊന്നും വേണ്ട. ഇപ്പൊ ഈ ഒരു ട്രൈബ് ലാറിയുടെ ചെവിയിൽ എന്തോന്ന് പറയുമ്പോൾ ലാറി പറയണം, എന്നാ പിന്നെ അങ്ങനെ ചെയ്തോന്ന് പറയണം. ഇതൊക്കെ കേൾക്കുമ്പോൾ അപ്പൂപ്പനാവ് പേടിച്ചു പോണ്. ഡാ ഇവരെന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? ഒന്നും പറയാതെ ഈ മംഗോൾ ട്രൈബ്സ് അപ്പൂപ്പന്മാരെ തൂക്കിയെടുത്ത് കൊണ്ടുപോകണം. മാത്രമല്ല ഈ ഒരു ജീവികളൊക്കെ ആ മ്യൂസിയത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ റോഡരികിൽ വെച്ച് ഈ ഒരു കാര്യം റെബേക്ക കാണുകയാണ്. ഇതെല്ലാം മ്യൂസിയത്തിലേക്ക് പോകുന്ന കണ്ടപ്പോൾ റെബേക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ലാറി പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു എന്ന്. സോ അവളും നേരെ ഇപ്പോൾ മ്യൂസിയത്തിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ഇതേ സമയത്തിന് മ്യൂസിയത്തിലേക്ക് എത്തിയ ലാറി, പിന്നെ ഒരു മമ്മി, പിന്നെ നിക്ക്, ഇവർ 3 പേരും കൂടിയിട്ട് പുറത്തുപോയി എല്ലാവരും തിരിച്ചു വന്നോ എന്നുള്ള ആ ഒരു കണക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വന്നു. പക്ഷെ 2 ആൾക്കാർ, അതായത് കൗബോയ് കൂടെ ഉണ്ടായിരുന്ന ആ ഒരു റോമൻ ചക്രവർത്തി, 2 പേര് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. സോ ആ ഒരു വിഷമത്തിൽ ലാറി അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാധാരണ നമ്മൾ കയറുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇതിന്റെ മേലെ കൂടെ എങ്ങനെയൊക്കെയോ വലിഞ്ഞ് പിടിച്ച് കയറി 2 പേരും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. ഇവരെ കണ്ടപ്പോഴാണ് ലാറിക്ക് സമാധാനമായി. അതുപോലെ തന്നെ ആ ഒരു കുതിരക്കാരൻ പട്ടാളക്കാരൻ, ഇയാൾ 2ആയിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നല്ലോ. കാരണം ഇയാൾ ഒരു മെഴുകു പ്രതിമയാണ്. ആ ഒരു പ്രതിമയെ ഒട്ടിക്കാനായിട്ട്
ചെയ്യാനായിട്ട് നമ്മുടെ സക്കാജാവിയ ഒരു മെഴുകുതിരി എല്ലാം കത്തിച്ചിട്ട് പയ്യെ ആ ഒരു മെഴുകിനെ ഒരുക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചിട്ട് ആ മെഴുകിനെ അല്ലെങ്കിൽ ആ ഒരു പട്ടാളക്കാരനെ പഴയ കോലത്തിലാക്കുകയാണ്. ഇതേ സമയത്തിന് അങ്ങോട്ടേക്ക് റബേക്ക വന്നിട്ടുണ്ട്. റബേക്കയോട് ഇപ്പൊ ലാറി ചോദിക്കുകയാണ്, നിനക്ക് ഏറ്റവും അറിയാൻ ആഗ്രഹമുള്ളത് ആ ഒരു സക്കാജാവിയുടെ ചരിത്രമല്ലേ, നീ തന്നെ ഇനി നേരിട്ട് ചോദിച്ചു എന്ന് പറയാണ്. എന്തായാലും റബേക്ക ആണെങ്കിൽ ആകെ അത്ഭുതത്തിലാണ്. സോ കാര്യങ്ങളൊക്കെ പഴയതുപോലെ ആക്കുന്നുണ്ട്. എല്ലാത്തിനെയും അതിൻ്റെതായ ആ ഒരു സ്ഥലത്ത് തന്നെ ലാറി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ, പക്ഷെ ഇന്നലെ രാത്രി നടന്ന ആ ഒരു കൂത്ത് ഇതെല്ലാം പത്രക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ന്യൂസ് ചാനലിൽ ഇപ്പൊ ഈ ഒരു കാര്യമാണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും പറയുന്നത് നല്ല മഞ്ഞ് പെയ്തത് കൊണ്ട് തന്നെ ഇന്നലെ ആ ഒരു ഡൈനോസറിന്റെ ശില ഇതിലൂടെ എല്ലാം ഓടി നടന്നല്ലോ, അതിന്റെ ആ ഒരു കാൽപ്പാട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല പുരാതനമായിട്ടുള്ള ഒരുപാട് പഴക്കമുള്ള ആ ഒരു ട്രൈബ്സ് ഇവിടെ വന്ന് മ്യൂസിയത്തിന്റെ മേലെ ഡാൻസ് കളിച്ചത് ഇതൊക്കെ ആകെ വൈറലായിരിക്കുകയാണ്. സോ ആകെ ഈ മ്യൂസിയത്തിന് ഭയങ്കരമായിട്ട് വിഷയം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാനേജർ ലാറി വിളിപ്പിക്കുകയാണ്, ഇതൊക്കെ എന്തൊക്കെയാ സംഭവം, ഈ മ്യൂസിയം ആണെങ്കിൽ ആകെ അലങ്കോലമായിട്ടുണ്ട്, പല സാധനങ്ങളും നിലവിൽ മിസ്സിംഗ് ആണ്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ലാറി അട്ടത്ത് നോക്കി അങ്ങനെ നിൽക്കുകയാണ്, എന്ത് പറയാനാ. അങ്ങനെ അവസാനം അത് സംഭവിക്കുകയാണ്. മാനേജർ അവന്റെ അവസാനത്തെ ചാൻസും എടുത്തു കളയാണ്. ഈ ജോലിയിൽ നിന്നും അവനെ പിരിച്ചുവിടുകയാണ്, അവന്റെ കയ്യിൽ നിന്നും എല്ലാം തിരിച്ചു മേടിക്കുകയാണ്. ഇതേ സമയത്താണ് പുറത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത്. ഇപ്പൊ ലാറി അതുപോലെ തന്നെ മാനേജർ രണ്ടുപേരും പുറത്തേക്ക് പോയി നോക്കുമ്പോൾ ഇന്നേ വരെ ഇത്രയും ആൾക്കൂട്ടം ഈ ഒരു മ്യൂസിയത്തിലേക്ക് വന്നിട്ടില്ല. ഇതിന്റെ ഉദ്ഘാടനത്തിന് പോലും അത്രയും ആൾക്കാർ പുതുതായിട്ട് ഈ ഒരു മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതിന്റെ ആ ഒരു മാനേജർ തന്നെ ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനും കാരണം ലാറിയാണ്. വാർത്തയിലൂടെ ഈ ഒരു കാര്യം ആൾക്കാർ കണ്ടതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും ഇപ്പൊ ലാറിക്ക് അവന്റെ ആ ഒരു ജോലി മാനേജർ തിരിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അടുത്ത സീനിൽ ഇപ്പൊ കാണിക്കുന്നത് നിക്കിന്റെ സ്കൂളിലാണ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ നമ്മുടെ നിക്ക് ഉണ്ടല്ലോ അഭിമാനത്തോടു കൂടി പറയാണ്, നിങ്ങൾ എല്ലാവരും കണ്ട ആ ഒരു മ്യൂസിയം ഉണ്ടല്ലോ, ആ മ്യൂസിയത്തിലെ രാത്രിയിലെ കാവൽക്കാരനാണ് എന്റെ അച്ഛൻ. അങ്ങനെ ലാറി അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അവനും ഭയങ്കര അഭിമാനമാണ്, അതായത് മകൻ തന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. അതുപോലെ നമ്മുടെ 3 അപ്പാപ്പന്മാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ മ്യൂസിയത്തിലെ കക്കൂസ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു അവർക്ക് കൊടുത്ത ആ ഒരു പണിഷ്മെന്റ്. എന്തായാലും രാത്രി ആയപ്പോൾ വീണ്ടും ലാറി ആ ഒരു ഹാളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഫുള്ള് സെലിബ്രേഷൻ ആണ്, എല്ലാ പ്രതിമകളും. ഇതെല്ലാം നോക്കി ലാറി അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നടക്കുന്ന പാർട്ടിയിൽ പലതരം കോമഡികളുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഇത് എല്ലാം കൂടെ വിശദീകരിച്ച് പറഞ്ഞു തരാൻ പറ്റില്ല. ഇപ്പൊ തന്നെ അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഈ ഒരു സിനിമ കണ്ടു നോക്കുക, ഭയങ്കര ഫണ്ണാണ്. അപ്പോൾ എന്തായാലും കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.